ഇടതുപക്ഷ ഗവൺമെൻറ് വരാൻ നേരത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ലോൺ കൊടുക്കുമെന്നായിരുന്നു. സ്ത്രീകളെ ലോൺ എടുപ്പിച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ അവിടെ തന്നെ നിർത്തുമെന്ന് തന്നെയാണ് അതിൻ്റെ വേറൊരു തരത്തിൽ. നമ്മുടെ പ്രൊപ്പഗൻഡയാണത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത്. നമ്മൾ ഉറക്കെ വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഉറക്കെ വിളിച്ച് പറയുക തന്നെയാണ് ചെയ്തത്. ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ബന്ധത്തിലുള്ള എനിക്കറിയാവുന്ന പറഞ്ഞ മനുഷ്യർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ ഒരു കുഴപ്പമില്ല, അവരൊക്കെ നല്ല ആളാണ്, പക്ഷേ അവർ ഫെമിനിസ്റ്റ് ആയിപ്പോയി. അല്ലാതെ ആണുങ്ങൾ മുഴുവൻ വില്ലന്മാരും പെണ്ണുങ്ങൾ എല്ലാം തികഞ്ഞവരെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അല്ല, ഇങ്ങനൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഇത് ഏത് തരം വീട്ടിൽ പറയണം എന്നുള്ളത് ആദ്യത്തെ ആലോചനയായിരുന്നു. പല പല വീടുകളിൽ ഇത് സെറ്റ് ചെയ്ത് നോക്കി. ക്രിസ്ത്യൻ വീട്ടിൽ നടന്നാൽ എങ്ങനെ ഇരിക്കും, മുസ്ലിം കൾച്ചറിലാണ് എങ്ങനെ ഇരിക്കും. പിന്നെ പിന്നെ നമ്മുടെ വായനകൾ ഞാൻ ആ ഒരു സമയത്ത് മനഃപൂർവ്വമായിട്ടും പെണ്ണുങ്ങൾ എഴുതുന്ന കൂടുതൽ വായിക്കാൻ ശ്രമിച്ചിരുന്നു. എല്ലാത്തരം കണ്ടൻറ്റും. പെണ്ണുങ്ങൾ സിനിമ സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ്, ചെയ്താലത്തെ സിനിമകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചിരുന്നു. ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലും എഴുതുന്ന പെണ്ണുങ്ങളെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വായനകൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ആദ്യത്തെ ആലോചനയിൽ നിന്ന് സിനിമയിലേക്ക് 3 വർഷമുണ്ട്. ഈ 3 വർഷം ഈ സിനിമയ്ക്ക് ഉപകരിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ വായന, എൻ്റെ സിനിമ കാണലും എല്ലാത്തരം അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഇത് ഇന്ത്യയിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം ആണ്. ഞാൻ ആരെയും ഇതിൻ്റെ അകത്ത് ഒരു തരം വിമർശനാത്മകതയോടെ സമീപിക്കണമെങ്കിൽ അതിന് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന കൾച്ചറിനെയോ അങ്ങനെയൊന്നുമല്ല, ഇന്ത്യയുടെ ഒരവസ്ഥേനെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാട്രിയാർക്കിയൽ ഏറ്റവും ശക്തമായിട്ട് ഉള്ള ഒരു സിസ്റ്റം, എല്ലാ മതത്തിലും ഈ പാട്രിയാർക്കി എന്ന് പറയുന്നതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചൂസിങ് അങ്ങനെയായിരുന്നു. ഇതിൽ തന്നെ പറയാം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ. ഇന്ത്യയിലെ എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഹിന്ദു എന്ന് പറയുന്ന ആ മതത്തോടുള്ള എൻ്റെ വിരോധം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു സിസ്റ്റം. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത് തന്നെ. ഇതിപ്പോൾ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് എനിക്ക് അപ്പട്ട വിമർശനമാണ് ആ സിനിമയെങ്കിൽ അപ്പട്ട തന്നെ വിമർശിക്കണമെന്ന് എനിക്ക് നിന്നത്. അത് കേവലം ഹിന്ദു മതത്തോടോ ഹിന്ദു മതമല്ല, ഹിന്ദു എന്ന് പറയുന്ന കൾച്ചറിനോടുള്ള വിരോധം അല്ല. അത് ഇന്ത്യയിലുള്ള എല്ലാത്തരം കൾച്ചറിനോടും എല്ലാത്തരം മതങ്ങളാണ് ഇതിനെയൊക്കെ വലിയ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിനോടുള്ള പ്രതിഷേധം തന്നെയാണ്. ശബരിമല വിശ്വാസത്തെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കാതിരുന്നെങ്കിൽ ആ പറയുന്നൊരു വിഷയം ഉണ്ടല്ലോ, സ്ത്രീ എന്ന് പറയുന്ന ആ വിഷയത്തിന് കുറച്ചുകൂടി ഒരു സ്വീകാര്യത കിട്ടുമായിരുന്നില്ലേ? അതെനിക്ക് ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ക്രിയേറ്റീവ്ലി ഭയങ്കര ഹൈ ആണെന്ന് നമുക്ക് അവകാശം അതുമില്ല. നമ്മൾ പേഴ്സണലി എന്നെക്കുറിച്ച് ഈ സിനിമ ഇങ്ങനെ എഴുതി ഇങ്ങനെ ആലോചിച്ച് പോയി ഒരു ഘട്ടം വരെ എത്തി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. സോ എപ്പോഴും ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യുന്ന പല ടെക്നിക്സ് ഉണ്ടാവും. ക്രിയേറ്റീവായിട്ടുള്ള ഇഷ്യൂസിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ടെക്നിക്സ് എടുത്ത് യൂസ് ചെയ്യേണ്ടി വരിക. എനിക്കും വ്യക്തിപരമായ അഭിപ്രായം, ശബരിമല വിഷയമില്ലാത്ത ഇതിലും മികച്ച ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കാം. പക്ഷേ എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ കഴിവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പോരായ്മ കൊണ്ട് എനിക്കിനി സിനിമേനെ ഷിഫ്റ്റ് ചെയ്യണം. യാദൃശ്യവശാൽ ആ സമയത്ത് 2018 ഞാൻ ഈ സിനിമ ആലോചിക്കുമ്പോൾ ഈ വിഷയം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലവട്ടം ആലോചിച്ചു. ഈ പറഞ്ഞ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഉള്ള അതുപോലെ ഒരു തരം രക്ഷപ്പെടലാവുമോ, കുറേയൊക്കെ അത് അങ്ങനെ തന്നെ ആകുമ്പോഴും അത് ഭയങ്കര റെലവൻ്റ് ആണെന്ന് അല്ലാന്ന് ഞാൻ സമ്മതിച്ചു തരത്തില്ല. സ്ത്രീകൾ ഈ വീട്ടിൽ തളച്ചിടുന്നു. അതേപോലെ ഒരു രാജ്യത്തിൻ്റെ സുപ്രീം കോടതി നിങ്ങൾക്ക് ഇനി മുതൽ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പ്രവേശിക്കണ്ട എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ
ക്രിയേറ്റീവ്ലി നിങ്ങൾ പറഞ്ഞ ഉത്തരം ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതില്ലാത്ത ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇതിൽ മനോഹരമായിരിക്കും. എനിക്കറിയില്ല അതുണ്ടാക്കാൻ. പക്ഷേ ഞാൻ ചെയ്തത് ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യമല്ല. എൻ്റെ ഫിലിം മേക്കറിൻ്റെ ഒരു കഴിവ് കുറവുള്ളത് കൊണ്ടും കൂടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. എനിക്കും ആ സിനിമ കാണാനായിരുന്നു ആഗ്രഹം. ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ്, പക്ഷെ അത് വർക്കാവുന്നില്ലായിരുന്നു. ഈ പറഞ്ഞ സ്വീകാര്യതയും ഈ വിമർശനങ്ങളും ഒക്കെയാണ് സിനിമയുടെ സക്സസ്. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത് എന്ന് വിചാരിക്കുന്നു. അതേപോലെ കേട്ടൊരു വിമർശനം തന്നെ പറയാം. അതിൽ കാണിച്ചിരിക്കുന്ന അടുക്കളയും സാഹചര്യങ്ങളും ഒരു 70s-ലും 80s-ലും കേരളമായിരുന്നെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിലെ പല അടുക്കളകളും കുടുംബങ്ങളും. എന്നാൽ നമ്മൾ 2020-ൽ കാണുന്ന ഒരു കേരളവും കേരളത്തിന്റെ അടുക്കളയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതുപോലെയാണോ എന്നുള്ളൊരു സംശയം പലരിൽ നിന്നും കേട്ടിരുന്നു. ആ സിനിമയെ കാണിച്ച പോലെ തന്നെയാണ് കേരളത്തിലെ അടുക്കളകൾ, ഭൂരിഭാഗം അടുക്കളകൾ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരെ അതെ, അല്ലാന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. ഈ ചോദ്യങ്ങൾ ഭയങ്കര കമൻറ്റുകളായിട്ടും പോസ്റ്റുകളായിട്ടും ഒക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറുപടി ഞാൻ എഴുതിയിടേണ്ട വന്നിട്ടില്ല. കാരണം ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ, നല്ല ബോധമുള്ള ആണുങ്ങളൊക്കെ ഇതിന് മറുപടി കൊടുത്തുകൊണ്ടായിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് അവർ കൊടുത്ത മറുപടി, വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ, കാണിച്ചു തരാം എന്ന് തന്നെയായിരുന്നു. ഞാൻ 70-കളിലുള്ള ഒരു അടുക്കള 2018 ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകത്തില്ല. ഞാൻ അത്രത്തോളം അന്വേഷിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. നമ്മൾ സത്യമല്ലെന്ന് നമ്മൾ കള്ളം പറയേണ്ടി വരും. നിങ്ങളുടെ വീട്ടിലില്ലായിരിക്കാം, നമ്മുടെ ഒന്നും വീട്ടിലില്ലായിരിക്കാം, നമ്മുടെ അടുത്ത വീട്ടിലുണ്ട്. ആദാമിന്റെ വാര്യരിൽ വെല്ലുവിളി കണ്ട അടുക്കളയിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല കേരളത്തിലെ അടുക്കള എന്നാണ്. അടുക്കള മുന്നോട്ട് പോയിട്ടുണ്ട്. ആദാമിൻ്റെ വാര്യയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ, വിറക് കൊണ്ടാണ് കത്തിക്കുന്നതെങ്കിൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. 70-കളിൽ അരകല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ 2018 മിക്സി ഉണ്ടാവും. ആ ജോലി ചെയ്യുന്നത് അന്ന് അരച്ച സ്ത്രീയാണെങ്കിൽ ഇന്നും മിക്സി ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെ. അതിലൊരു മാറ്റമില്ല. ഇനി നാളെ നമുക്കിപ്പോൾ ഓവൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതൊക്കെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്, അല്ലേ? എല്ലാ തരം ടെക്നോളജീസും നമ്മൾ അടുക്കളയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അതായത് രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് വരാൻ നേരത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ലോൺ കൊടുക്കുമെന്നായിരുന്നു, അല്ലേ? അതായത് സ്ത്രീകളെ ലോൺ എടുപ്പിച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ അവിടെ തന്നെ നിർത്തുമെന്ന് തന്നെയാണ് അതിൻ്റെ വേറൊരു തരത്തിൽ. കേൾക്കുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് തോന്നുമായിരിക്കും. അത് തന്നെ, ആ ടെക്നിക്ക് തന്നെയാണ്. അത് പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ, ഇപ്പോൾ മിക്സി അരകല്ലുമായിട്ട് മിക്സി വരുമ്പോൾ ഫിസിക്കലായിട്ടുള്ള എളുപ്പം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ഈ പണി അവിടെ നിൽക്കില്ലേ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നമുക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാം. മാറ്റം ഉണ്ടാവട്ടെ. അത് ഒരു സിനിമ കൊണ്ട് എല്ലാ മനുഷ്യരും മാറുന്നത് അങ്ങനെയൊന്നുമല്ല. സിനിമകൾ ഇപ്പം നമ്മൾ തീരെ മാറ്റമില്ലെന്ന് പറയാനും പറ്റില്ല. ഇപ്പം പല വീടുകളിലും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചേർന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് ജോലികൾ ചെയ്യുന്ന വീടുകളുണ്ട്. അതിൻ്റെ എണ്ണം കൂടട്ടെ. ഇത്തരം വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും നമ്മുടെ ഇന്നത്തെ ഇരിപ്പുകളിലൊക്കെ കുറച്ചുകൂടെ എങ്ങനെ ഒരു ബെറ്റർ ആവാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ടൊന്നും ഈ വക കാര്യങ്ങളൊന്നും പിള്ളേർ പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറി മാറി കുറച്ചുകൂടെ ബെറ്റർ ആവട്ടെ, സമത്വം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ സിനിമ എഴുതിയിരിക്കുന്ന ആദർശ് പോൾസൺ, ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു കഥ കേൾക്കാവോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊന്നും അല്ല ഇവർ. ഞാൻ ഇവരെ ഈ തിരക്കഥയിലൂടെ പരിചയപ്പെടുന്നത് പോലും. അങ്ങനെ ഇവർ വന്ന് ഈ സ്ക്രീൻ പ്ലേ എൻ്റെ മുന്നിലിരുന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ അകത്ത് നിങ്ങളുടെ ഓവറോൾ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിതൊന്നുകൂടെ ഒന്ന് വായിക്കട്ടെ, സ്ക്രീൻ പ്ലേ എനിക്ക് പറ്റുമെങ്കിൽ തരുമെന്ന് പറഞ്ഞാൽ അവർ ആ സ്ക്രീൻ പ്ലേ ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ സിനിമ വിട്ടുകളയാൻ തോന്നില്ല. ഈ സിനിമ എങ്ങനെയും ചെയ്യണം. പിന്നെ അതപ്പോൾ എൻ്റെ ഒരു സിനിമ ആയിരുന്നില്ല, അത് ആദർശൻ്റെയും പോൾസൻ്റെയും മനസ്സിലുള്ള സിനിമയാണ്. അത് ഞാൻ ആദർശൻ പോൾസനോടും പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എൻ്റേതായിട്ടുള്ളൊരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്കിത് ചെയ്യാം. അവർ പൂർണ്ണ മനസ്സോടെ കൂടെ. അങ്ങനെ ആദർശനും പോൾസനും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് ആ സിനിമേനെ ഇപ്പോൾ കാണുന്ന കാതലാക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ കഥ ആദ്യം വായിക്കുമ്പോൾ തന്നെ മമ്മൂക്കായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ആ കഥ വായിക്കുമ്പോൾ തന്നെ സുധി എന്ന് പറഞ്ഞ് തങ്കൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത അയാൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു പക്ഷേ മമ്മൂക്കേക്കാൾ മുന്നേ സുധി ചേട്ടൻ അത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ അത് വായിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു. ഞാൻ ബീനയുടെ അടുത്ത് പറയുകയും ചെയ്തു, ഇയാൾ ചെയ്താൽ നന്നാവില്ലേ. സുധി ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ മറ്റേ കാര്യം ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് മമ്മൂക്ക ചെയ്യുമോ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, മമ്മൂക്ക ചെയ്യുമോ ഇങ്ങനെ ഒരു സിനിമ. നമുക്ക് പറയാൻ ഒരു അപ്പോയിൻമെൻ്റ് ആദ്യം എടുക്കാം, ബാക്കി പിന്നെ അല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ പോയി കഥ പറഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ ആയിരുന്നു. അദ്ദേഹം നിർമ്മിക്കാമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആ സിനിമയിൽ. മമ്മൂക്ക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ കഥ പറയുന്ന സമയത്ത് ജ്യോതിക അവസാനം ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചത് അവർ പിരിഞ്ഞു, പിരിഞ്ഞു, എന്നാലും അവരുടെ ഒരു സൗഹൃദം ഉണ്ടാവില്ലേ. അവസാനം മാത്യു കൂടെ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം. അതിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന അവരൊരുമിച്ച് കോഫി ഷോപ്പിൽ വരികയും മാത്യുയോട് നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു. പക്ഷേ അത് നമുക്ക് അങ്ങനെ ചോദിക്കുന്ന ഒരു സമയത്ത് അത് വളരെ അതിന് വേറെ കുറേ കൂടെയൊക്കെ രസങ്ങളുണ്ടായി വരികയായത്. കുറച്ചുകൂടെ ക്രിയേറ്റീവ്ലി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂക്കായിൽ നിന്നും ജ്യോതികയിൽ നിന്നും മമ്മൂക്ക ഇറങ്ങി നടക്കുന്നു, ആ ഒരു യാത്ര തങ്കനിൽ ചെന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഷോട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഡ്രാഫ്റ്റ് മമ്മൂക്കയോട് കൂടി ഇരുന്ന് വായിക്കും, അതിനുശേഷം ആ ഭാഗം ഇങ്ങനെ മാറ്റിയ ഒന്നിനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് മാത്രം തങ്കനും മമ്മൂക്കയും കൂടെ സംസാരിക്കുന്നുണ്ട്, തങ്കനും മാത്യു ഒരു സീനിൽ. അത് ഇൻ്റർവെല്ലില്ല. അതിൽ നമ്മളിനി എന്ത് ചെയ്യും എന്ന് മാത്യു തങ്കനോടാണോ തങ്കൻ മാത്യുവിനോടാണോ ചോദിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ ഇവർ തൊട്ടടുത്ത് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇലക്ഷൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന തങ്കനെ മഴയത്ത് കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡിസൈൻ. അപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്, ഐ കോണ്ടാക്റ്റാണ്, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ഇപ്പോൾ ഉള്ള ഇൻ്റർവെൽ ഉണ്ടാകുന്നത്. കാരണം പുള്ളി പറഞ്ഞത് ഒന്ന് മിണ്ടാൻ ഭയങ്കര പേടിയായിരിക്കും, ഈ നാട്ടുകാരെന്ത് വിചാരിക്കും, പക്ഷേ മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഇൻ്റർവെൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അല്ലാത്ത പിന്നെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മമ്മൂക്കയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് മമ്മൂക്ക ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് മമ്മൂക്കയ്ക്ക് അറിയാമായിരുന്നു. അതും എനിക്കൊന്ന് അദ്ദേഹം ഈ സിനിമ നിർമ്മിക്കാനും ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ഇതൊരു ആദ്യത്തെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് അപ്പുറത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 തവണയെങ്കിലും മമ്മൂക്കയുടെ കൂടെ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായി വരുന്നത്. ജ്യോതിക സജസ്റ്റ് ചെയ്ത് മമ്മൂക്ക. അപ്പം അതൊക്കെ നമുക്ക് മാക്സിമം ഈ സിനിമനെ എങ്ങനെയൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാം, ഈ സിനിമ എത്ര പേരെ കാണിക്കാൻ പറ്റും, എത്ര മനുഷ്യരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതിക അത്തരം ആലോചനകളൊക്കെ വരുന്നത്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണില് ചില സമയങ്ങളിലൊക്കെ നരേറ്റീവിലും ചെറിയൊരു പ്രൊപ്പഗാൻഡയുടെയും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഫീൽ ചെയ്യുമ്പോൾ, പക്ഷെ കാതലിലേക്ക് എത്തുമ്പോൾ അത് വളരെ സട്ടിലിറ്റി ഉണ്ട് സ്ക്രിപ്റ്റിൽ. ഒട്ടും ഇത് ഓവറാക്കാണ്ട് സട്ടിലായിട്ട് ചെറിയൊരു ഹോളിവുഡ് സ്ക്രിപ്റ്റിന്റെ ഒരു ഇതുപോലെ അത് ഇവോൾവ് ചെയ്തതാണോ ജിയോ ബേബി, അതോ ഇങ്ങനെ മതി ഈ സബ്ജക്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കോൺട്രവേഴ്സ്യൽ ആക്കാൻ അതൊരു സട്ടിലിറ്റി സ്വയം ഇത് ചെയ്തതാണോ, അതോ ഒരു സ്ക്രിപ്റ്റിന്റെ ഫിലിം മേക്കർ എന്ന നിലയിൽ ഇവോൾവ് ചെയ്തതായിട്ടാണ്? അത് നമ്മുടെ ഒരു അപ്രോച്ച് തന്നെ പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഈ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഈ ലൗഡാണ്, ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മുടെ പ്രൊപ്പഗണ്ടയാണത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത്. നമ്മൾ ഉറക്കെ വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഉറക്കെ വിളിച്ച് പറയുക തന്നെയാണ് ചെയ്തത്. അത് പിന്നെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വളരെ പ്ലാൻഡ് ആയിരുന്നു. ഭയങ്കര ലൗഡായിട്ടുള്ള വിളിച്ചു പറയലുകളോ സ്റ്റഡി ക്ലാസ് എടുക്കലുകളോ ഒന്നും കാതലിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്കും അതിൻ്റെ റൈറ്റേഴ്സിനൊക്കെ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്തൊരു സ്ക്രീൻ പ്ലേ ആണത്. അതിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അതിൽ ഈ സാധ്യതകൾ ഒരുപാടുണ്ട്. നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ, അതില്ലാതാക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുത്ത് ജോലി ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയും ജ്യോതികയും ഒരു സിനിമ വരുന്നു എന്ന് പറയുന്ന ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ അതല്ലാതെ ഒരു ആക്ടറാകുമ്പോൾ അത്രയും ആൾക്കാർ ഫസ്റ്റ് ഡേ ഒന്നും തിയേറ്ററിലോട്ട് വരില്ല.
നമ്മുടെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നല്ല സ്റ്റാർട്ടായിരുന്നു, നല്ല ഓപ്പണിംഗ് ആയിരുന്നു. ആ ഓപ്പണിങ് തരാൻ മമ്മൂക്കയെ പോലെയുള്ള ഒരു ആക്ടറിനല്ലേ പറ്റുള്ളൂ. നല്ല സ്റ്റാർട്ട് കിട്ടിയുകൊണ്ട് നല്ല അഭിപ്രായങ്ങൾ പെട്ടെന്നുണ്ടായി. കണ്ടവർ സിനിമയും കൂടെ പെട്ടത് കൊണ്ടാണ് സിനിമ തിയേറ്ററിൽ നന്നായിട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇവരുണ്ടെങ്കിൽ ആൾക്കാർ വരും. നമ്മളിവർക്ക് കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കണ്ടുകൊണ്ട് കാതലിന് അതാണ് സംഭവിച്ചത്. അപ്പോൾ മമ്മൂക്ക ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ഇഷ്യൂസും ആൾ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാതലെടുക്കുമ്പോഴത്തേക്ക് ഈ പടം ഫാമിലി ഫ്രണ്ട്ലി ആക്കണം എന്നൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനൊരു വിഷയം പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് കാണുകയും വേണം, ഐ മീൻ അവരെ ഒരുപാട് ഒഫൻഡഡ് ആക്കാത്ത രീതിയിൽ ഇത് പറയണം എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഡൈല്യൂട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള തോട്ട്സ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, സുഹൃത്തുക്കളായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് പോലും വിശ്വസിക്കുന്നത് മമ്മൂക്ക ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ഇൻറ്റിമേറ്റ് സീൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും. അതിൻ്റെ അകത്തും സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യരാണ്. തങ്കന് തൻ്റെ സ്നേഹത്തിൻ്റെ അകത്ത് മമ്മൂക്കയെക്കാളിലും കുറേ കൂടെ എന്താ പറയുക ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മമ്മൂക്കയുടെ മാത്യുവിന് വീടുണ്ട്, അച്ഛനുണ്ട്, പാർട്ട്ണറുണ്ട്, മകളുണ്ട്. മറ്റേക്ക് മാത്യു മാത്രമേ ഉള്ളൂ. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് മാത്യുവിന് സ്നേഹത്തോടെ എന്താ തങ്കനെ നോക്കാത്തത്. തങ്കൻ ഹൃദയം തുറന്നു അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടെ മാത്യുവിനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലിലാണെങ്കിൽ മാത്യുവിനെ നോക്കാൻ പേടിയാണ്. മാത്യുവിന് ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ എന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്, ക്ലാസ്സിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. ഹൃദയം അല്ല, ഈ കാതൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യരുടെ കഥയാണ്. അതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഇപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മമ്മൂക്ക കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി, അത് മമ്മൂക്കയിൽ നിന്നാണ് ഷോട്ട് വരെ ഉണ്ടാകുന്നത്. കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് മമ്മൂക്ക നിന്നിട്ട് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ട്രാക്കിംഗ് ടു തങ്കന്ന് എനിക്ക് എടുക്കാൻ പറ്റിയതാണ് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും വലിയ ഷോട്ടായിട്ട് ഞാൻ കാണുന്നത്. ഒരു ഡയലോഗ് ഞങ്ങൾ എഴുതിയില്ല. അത് ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ ഇവർ രണ്ടുപേരും കെട്ടിപ്പുണരുന്നതോ ഉമ്മ കൊടുക്കുന്നതോ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടല്ല എന്ന് മാത്രം പറയാനേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി വിശ്വസിക്കാതിരിക്കുക എന്നത് അവരവരുടെ കാര്യമാണ്. ഈ സിനിമയ്ക്ക് എൻ്റെ ആവശ്യം തോന്നിയില്ല. ഈ പറഞ്ഞ ലാസ്റ്റ് ഷോട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പടത്തിൻ്റെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടൊരു ഇമേജ് ഉണ്ടാവുന്ന മഴവില്ലും വിജയിക്കുക, അത് ആദ്യത്തെ കോൺസെപ്റ്റ്. ഇല്ലില്ല, അത് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി വരുന്ന കാറിൽ പോകുന്ന മൊമെൻ്റ് വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു ആഗ്രഹമാണത്, അങ്ങനെയാണ് ജയിക്കുക. ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ച് സമയം എടുക്കുമായിരിക്കാം. പക്ഷേ എൻ്റെ പല സിനിമകളും അങ്ങനെ വല്ലാത്ത ആഗ്രഹങ്ങൾ തന്നെയാണ്. എപ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല. അതിപ്പം നിമിഷം ഇറങ്ങിപ്പോരുന്നത് പോലും അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിന് ഇറങ്ങിപ്പോരുക എന്നുള്ളത്. ബാക്കി സിനിമകൾ നിങ്ങൾ കണ്ടു നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞു ദൈവത്തിൻ്റെ ക്ലൈമാക്സ്, ഒരിക്കലും അങ്ങനെ ഒരു ക്ലൈമാക്സ് നമ്മുടെ നാട്ടിൽ എന്നാ ഉണ്ടാവുമെന്ന് അറിയില്ല. എൻ്റെ ആഗ്രഹങ്ങളായിട്ട് ഈ ക്ലൈമാക്സുകളെ മാറ്റുക. ഇപ്പോൾ ആ ഷോട്ടും അതിനൊക്കെ ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര കയ്യടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇവരുടെ ഒരു ഫ്ലാഗിൻ്റെ ഒരു കളറ് മറ്റേ റെയിൻബോ അത് കൊണ്ടുവരണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് അങ്ങനെ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള ഒരു റോഡിൽ ആകാശത്ത് അതുണ്ടാകുക, അതിലൂടെ ഒരു കാറ് പോവുക, അവിടെ ഒരു പോസ്റ്റർ ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഗൂസ് ബമ്പാണ്. അത് ഒരു തരം ക്രിയേറ്റീവ് ഓർഗാസം എന്നൊക്കെ വേണം എന്നെ വിളിക്കാം. ഞാൻ അങ്ങനെ തന്നെ എന്നെ വിളിക്കാറ്. എൻ്റെ ഒരു ഗ്യാങ്ങിൽ എൻ്റെ ഓർഗാസമാണത്. എനിക്ക് അത്ര ഹാപ്പിനെസ് ഉണ്ട് ആ ഷോട്ട് കാണുമ്പോൾ. അതിൻ്റെ ആലോചന എൻ്റെ മനസ്സിൽ എപ്പോഴാണ് വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ഷോട്ട് എടുക്കാം, ഒരു ക്രൈൻ ഷോട്ട്. എനിക്കൊന്ന് ആദ്യം സാലുവിനോട്, എൻ്റെ DOPയോട് ആയിരിക്കും ഇത് പറയുക. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം അവൻ ആ ഷോട്ട് എടുക്കുന്നതിനെ പറ്റി നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നുള്ളൊരു തെളിച്ചത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ പോൾസനും ആദർശനോട് ഞാൻ പറയുമ്പോഴും എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടത്തോടെ ഒരു ഷോട്ട് എടുത്തതാണത്. ഫ്രീഡം സാറിന് പല സിനിമകളിലും ഒരു കോമൺ തീമാണ്. ഫ്രീഡം ഫൈറ്റാണ്, രണ്ട് പെൺകുട്ടികളാണ്, കാതൽ. എന്താണ് ഫ്രീഡത്തിൻ്റെ സാറിൻ്റെ ഡെഫിനിഷൻ? എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക്
സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് തോന്നുന്നു നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന ചിലപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം. അപ്പം അങ്ങനെ ഫ്രീഡത്തിനെ എനിക്ക് സത്യം പറഞ്ഞാൽ നിർവചിക്കാൻ അറിയത്തില്ല. പക്ഷേ അതൊരു തരം വികാരമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഫ്രീഡം അല്ലെങ്കിൽ സമത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ സമത്വം അനുഭവിച്ചു കഴിയുമ്പോൾ ഭയങ്കര എന്താ പറയുക, സ്വപ്നതുല്യമായ സ്വർഗ്ഗതുല്യമായ എന്നൊക്കെ പറയുന്ന ഒരു തരം, നിങ്ങൾക്കിടയിൽ സമത്വമുണ്ട് എന്ന് പറയുന്നത് അതൊരു തരം ഫീലിങ്സാണ്. ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടെന്ന് പറയുന്നത് പോലെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് എന്തോ ഒരു നോ പറയുന്നു. നമ്മൾ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും പിള്ളേരോട് ഇങ്ങനെ നോ 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 എന്ന് രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങുന്നോളം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോൾ പോലും ഇനി ഒരു കഥയും കൂടെ പറയാമെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ മടുത്ത് ഞാൻ ഇന്ന് ഒറ്റ കഥയുള്ളൂ. ആ കഥ പോലും നിഷേധിക്കുന്നുണ്ട് ഇത്രയും ഫ്രീഡത്തിനോട് സംസാരിക്കുന്ന ഞാൻ. കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലെ ഇതേപോലെ ജോലികൾ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് ഈ പിള്ളേരെ ഉറക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിയത്തില്ല ഫ്രീഡം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. നേരത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡെഫിനിഷൻ പറയായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല. അതിപ്പോൾ നിമിഷ ഗ്രേറ്റ് ഇൻഡിക്കേഷൻ ചെയ്തില്ലെങ്കിൽ എന്താവും എന്ന് ചോദിക്കുന്നതല്ലേ ഉള്ളൂ. നിമിഷൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു, ഇല്ലെങ്കിൽ വേറെ ആളത് ചെയ്തേനെ. അത് നമുക്കത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് സാധാരണ ഒരു മലയാളിയെ പോലെ എനിക്കായിരുന്നു പിന്നെയും പ്രതീക്ഷയുള്ളത്. ഇപ്പോൾ എഴുത്തുകാരനായ ആദർശ്, പോൾസൺ ഇവർക്കൊന്നും യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായാലും ചെയ്യുമല്ലോ, നമുക്കൊക്കെ ഇത് മനസ്സിലായാൽ ചെയ്യും. അത് മനസ്സിലാവില്ലേ നമുക്ക് നോക്കാം. അവിടെ ചെന്നപ്പോൾ നല്ല വൃത്തിയായിട്ടും മനസ്സിലായി. ആദ്യം പറയുമ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ഏറ്റവും ആദ്യം വന്ന വേർഷനാണ് വായിക്കുന്നത്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കായിട്ടുള്ള മീറ്റിംഗ് പോലും ശരിയാകുന്നത്. ഞാനാണ് സിനിമേനെ കുറേ മാറ്റിയിട്ടുണ്ട്. ഞാനും ആദർശനും പോൾസണും കൂടെ. അപ്പോൾ ആ മാറ്റങ്ങൾ ഞങ്ങളിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഥ പറയാം. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ഡ്രാഫ്റ്റാണ് വായിച്ചത്. അപ്പോൾ അതിൽ നമുക്കൊരു പോലീസ് ഓഫീസറാണ്. ആദ്യം പറയേണ്ട ഒരു ഗേ ക്യാരക്ടറാണ് എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ തന്നെ ഹി വാസ് ഓക്കേ വിത്ത് ദാറ്റ്. ഞങ്ങൾ സ്ക്രീൻ പ്ലേ വായിക്കുക ചെയ്തേ. നമുക്കാർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു സിനിമ ആണ് ചെയ്യാൻ പോകുന്നത്, കേൾക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സമയം എടുത്തിട്ട് തന്നെ എൻ്റെ ഒരു വായന തന്നെ ആദർശം പോൾസണും കഥ മാറി മാറി വായിക്കുന്നത്. 2-3-4 സീൻ ആദർശം വായിക്കും, ബാക്കി പോൾസൺ വായിക്കും. അങ്ങനെ കേട്ടിട്ട് അദ്ദേഹം ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ സിനിമ തന്നെ പെട്ടെന്ന് സംഭവിച്ചത്. എനിക്കൊന്ന് ഞങ്ങൾ മമ്മൂക്കയെ മീറ്റ് ചെയ്ത് കഥ പറഞ്ഞിട്ട് 6-7 മാസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങിയൊരു സിനിമയാണ്. അദ്ദേഹം വേറെ പ്രോജക്റ്റ് മാറ്റി വെച്ചിരുന്നു. അതിന് മുന്നേ തുടങ്ങേണ്ട കണ്ണൂർ സ്ക്വാഡ് ഇത് ചെയ്തിട്ട് ചെയ്യും, അങ്ങനെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മമ്മൂക്കയെ പോലെ ഒരു ആക്ടർ വേണം, അതേപോലെ ഈ സിനിമയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെൻസിബിലിറ്റി ഉള്ള ഒരു ഹ്യൂമൻ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. റിലീസിന് ശേഷം പല മുംബൈയിലൊക്കെ പോയിട്ട് പല ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അതിലൊക്കെ പലരും കളക്റ്റീവ് ഒപ്പീനിയൻ എടുത്തിരുന്ന പാനലിസ്റ്റുകൾ പറയുന്നതും ആങ്കേഴ്സ് ഒക്കെ പറയുന്നതാണെങ്കിൽ, അതായത് വി ഡോണ്ട് തിങ്ക് എനി അതർ മെയിൻ സ്ട്രീം ആക്ടർ ഇൻ ഇന്ത്യൻ സിനിമ അവരുടെ ഭാഷകളിൽ ചിലപ്പോൾ ഇത്തരം ഒരു സിനിമ ചെയ്യാൻ സാധ്യതയില്ല. റെഡ്മി കിച്ചൻ പോലും റീമേക്ക് ചെയ്യപ്പെട്ടു. പക്ഷേ ഇതുപോലൊരു സബ്ജക്റ്റ് ഒരു മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാറാണ് ചെയ്തത്. അത് ഇമേജ് ട്രാപ്പിംഗ് കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ടോ അവരുടേതൊക്കെ ആയിട്ടും? ഇവർക്കൊക്കെ ഉള്ള ഈ എന്താ പറയുക, ആവശ്യമില്ലാത്ത ഭയം എന്നതിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ അതില്ലാതെ ഒരു നടൻ നമുക്കുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ സന്തോഷവും അഭിമാനവും ഒക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഈ കാതലിൻ്റെയും ഇതുപോലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ റീമേക്ക് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ ഇതിന് ഒരു നടനായിരുന്നു വേണ്ടത്, ഒരു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ വോയിസ് കുറച്ചുകൂടെ. അതെ, എൻ്റെ മനസ്സിലും അതാണ്. ഇപ്പം നമുക്ക് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഇതിനെ നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വിട്ട് കളയാത്തത്? ഇതിൽ നിന്ന് കിട്ടുന്ന എന്ത് ലാഭമാണെന്നാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഏറ്റവും ആദ്യത്തെ ആലോചനയിൽ വളരെ കാതലിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ പടമാണ്. അപ്പോൾ എൻ്റെ പാർട്ണർ ബീന എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ സ്ലോ പടങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ടൈപ്പായി പോവും. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ കഴിഞ്ഞ് നമ്മൾ വേറൊരു പടം ചെയ്യണം, വേറെ കളർഫുള്ളായിട്ടുള്ള പടം ചെയ്യണം, എന്നിട്ട് തിരിച്ചു തന്നെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ ബീനയുടെ അടുത്ത് പറഞ്ഞപ്പോൾ
കൊള്ളാം, ഇത് ചെയ്യും, വീണ്ടും ശോകമൂകമായ പരിപാടിയിലേക്ക് പോവുകയാണ് ബേബി എന്ന് എന്നോട് പറയും. അപ്പോൾ ഞാൻ പറയും ഇത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് മാറാം. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹം അത് പിള്ളേർ കാണണം എന്നുള്ളതായിരുന്നു. എൻ്റെ ആഗ്രഹം ഞാൻ ആദ്യം മമ്മൂക്കയോട് പറഞ്ഞു, നമുക്ക് സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് ഈ സിനിമ കാണിക്കണം, മമ്മൂക്ക അതിൻ്റെ അത് ഇടപെടണം. മമ്മൂക്ക വിചാരിച്ചാൽ നമുക്കിപ്പം എഡ്യൂക്കേഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് സിനിമ മമ്മൂക്ക കാണിക്കണം. നമുക്ക് അതൊന്നും വേണ്ട ബേബി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ കാണട്ടെ, നമ്മളിനി അങ്ങനെ നിർബന്ധിച്ച് കാണിക്കേണ്ട. പക്ഷേ അത് വർക്കായിട്ടുണ്ട്, പിള്ളേർക്കറിയാം. ഫാമിലി ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഫാമിലി കുട്ടികളുമായിട്ട് വന്നിട്ടാണ് കാതൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. ഇപ്പോൾ എൻ്റെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് ഈ സിനിമ ഉണ്ടാക്കിയൊരു ധാരണയുണ്ട്, ആണുങ്ങളും സ്നേഹിക്കുമെന്നും അവർക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യാമെന്നും അതിനപ്പുറത്തും പലതരം ജെൻഡേഴ്സ് ഉണ്ടെന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലായത് അവൻ ആ സിനിമയുടെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള ഒരു യാത്രയിൽ നിന്നാണ്. ആ ബോധം അവൻ്റെ കൂട്ടുകാരിലോട്ട് അവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാർ കാതൽ കാണുന്നുണ്ട്, അവൻ ഫ്രണ്ടായതുകൊണ്ട്. അങ്ങനെ എത്രയോ കുട്ടികൾ ആ സിനിമ കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കി ഇതാ ഒരു പുതിയ ജനറേഷൻ ഇതാ വരാൻ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് എളുപ്പമായി. പലർക്കും പേരൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാനും പല മടിയും അല്ലെങ്കിൽ എങ്ങനെ പറയുമെന്ന് അറിയത്തില്ലാത്തതൊക്കെ ഉള്ള ഒരു ഏരിയ ആണല്ലോ ഇത്. സോ നമ്മളവിടെ പറഞ്ഞ അവരുടെ ചില ചോദ്യങ്ങൾ പൂരിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നോട് പല പേരൻസും പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ, ജിയോ താങ്ക് യു. അതായത് നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ, അയ്യോ സമാധാനം കേട്ടോ, കുറേ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ടും ഒക്കെ ഏരിയാസൊക്കെ സംസാരിക്കാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചാൽ മമ്മൂക്ക അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം മേ ബി ആദ്യത്തെ ദിവസങ്ങളിലേ. ഇപ്പം മലയാള സിനിമ കണ്ടൻറ്റ് എന്താണെന്നുള്ള അടിസ്ഥാനത്തിലാണ് സിനിമ തിയേറ്ററിൽ വർക്കാവുന്നത്. സോ ഇപ്പോൾ പല സിനിമകളും നമുക്ക് ഉദാഹരണമായിട്ടുണ്ട് അല്ലേ, ഭയങ്കര വലിയ ആക്ടേഴ്സ് ഇല്ലാതെ തന്നെ ഒന്ന് സക്സസ് ആയിട്ടുള്ള. അതുകൊണ്ട് പക്ഷേ മമ്മൂക്ക എന്നുള്ളത് വലിയൊരു ആൻറ്റിസിപ്പേറ്റിംഗ് ഫാക്ടറാണ്. ജ്യോതിക്ക് നമ്മളത് പർപ്പസ്ഫുള്ളി അത് ചെയ്തതാണ്. നമ്മൾ ഇതിലും എന്താ പറയുക, മമ്മൂക്ക ആദ്യം ആലോചിച്ചത് ഇന്ത്യയിലെ ഇതിനും വലിയ ആരാ കിട്ടും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആലോചന. നമുക്ക് ഈ സിനിമ വല്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ തന്നെ ആൾക്കാർ കാത്തിരിക്കുന്നൊരു സിനിമയെ മാറണം. അതിലൊക്കെ ഞങ്ങൾ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് മമ്മൂക്കയും ജ്യോതികയുടെയും പഴയൊരു ഫോട്ടോ അതിൻ്റെ ഒരു ആലോചനയിലേക്ക് പോകുന്നതൊക്കെ മമ്മൂക്കയും കൂടെ ഭാഗമാണ്. അതിൽ ആ ഒരു പോസ്റ്റർ ഉണ്ടാകുന്നതും ഒക്കെ. അതിന് വേറൊരു വലിയൊരു ഫാക്ടറാണ് മമ്മൂട്ടി കരയുന്ന ഒരു സീൻ. അത് പറയുമ്പോൾ വളരെയധികം തിയേറ്ററിൽ നിന്ന് ഫീൽ ചെയ്ത് പുറത്തിറങ്ങുന്ന സ്ത്രീകളൊക്കെ അത് അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതിന് ഇല്ല, അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു സ്ക്രീൻ പ്ലേയുടെ വളർച്ചയിൽ ഉണ്ടായി വന്നിട്ടുള്ള സീനുകളാണ് അതൊക്കെ. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഡിസ്കഷൻസ് ഉണ്ടായി എന്നുള്ളതാണ് കാതലിന്. അപ്പോൾ അതിൽ ആദർശനെയും പോൾസനെയും ഭയങ്കരമായിട്ട് ഓർക്കാതെ പറ്റത്തില്ല. കാരണം പലപ്പോഴും വഴക്കിലേക്കും പിണക്കത്തിലേക്കും ഒക്കെ പോകാവുന്ന തരത്തിൽ ഡിസ്കഷൻസ് മാറും. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ബോധ്യം ഉണ്ടായിരുന്നു നമ്മൾ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമ എങ്ങനെ നന്നാവും, അതൊരു വല്ലാത്തൊരു ഒരു അതായത് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് വേറെ റൈറ്ററിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ജോൺ പോൾ സാറിൻ്റെ തിരക്കഥാകൃത്ത് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ റൈറ്റർ ഡയറക്ഷൻ റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വർക്കാവുന്നുള്ളത് എനിക്ക് ഭയങ്കര ആശങ്കയായിരുന്നു. കാരണം ഒരു ജോൺ പോൾ സാർ പറയുന്നത് ഡയറക്ടറുടെയാണ് സിനിമ, എഴുതുന്ന ആളിൽ അപ്പോൾ എന്താണെന്നുള്ളത്, എഴുതുന്ന ആൾ ഈ സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നം കാണാൻ തുടങ്ങണം. ഇവർ 3 പേരും, അല്ലെങ്കിൽ ഞാൻ ആദർശനും പോൾസനെയാണ് വെച്ചിട്ടാണ് പോകുന്നത്, റൈറ്ററും ഡയറക്ടറും ഒരേ ഇമേജസ് കാണുന്നതിലേക്ക് ഒരേ കാഴ്ചയായിട്ട് മാറുന്ന ഒരവസ്ഥയിലാണ് നല്ല തിരക്കഥ ഉണ്ടാവുക. അതല്ല സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു സമയത്ത് അത് എൻ്റെ കാഴ്ചയായിരുന്നു. എൻ്റെ കാഴ്ചയിലേക്ക് ആദർശം പോൾസനും കൂടി എത്താൻ ഞങ്ങൾ 3 പേര് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സിനിമ നന്നാക്കാനാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഈഗോ ഒന്നും ഉണ്ടായില്ല. വളരെ നല്ല അനുഭവമായിരുന്നത്. ഞാനെന്നുള്ളൊരു ഫിലിം മേക്കർ സീരിയസ് ആയിട്ട് സിനിമ കാണുന്നവർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കെങ്കിലും. അങ്ങനെ ആണ് പിന്നീട് ഒരു 3ാമത്തെ സിനിമയായിട്ടുള്ള കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ടോവിനോ ആയിട്ടുള്ളൊരു ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. അതായത് 2 പെൺകുട്ടികൾ ഞങ്ങൾ ചെയ്ത വേർഷൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഈറോസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി കണ്ടിട്ട് ഞങ്ങൾക്കിത് റിലീസിന് താല്പര്യമുണ്ടെന്ന് പറയും. പക്ഷേ ഈ സിനിമയിൽ അറിയപ്പെടുന്ന ആരുമില്ല, നിങ്ങൾ ആരെയും ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കൂ 10 മിനിറ്റെങ്കിലും. അങ്ങനെ അവർ വഴിയാണ് അമല പോൾ ഈ സിനിമയുടെ ബാക്കി ഒരു 10 മിനിറ്റിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. ആ കഥയുടെ ഒരു വളർച്ച. ഇനി ഒരു മെയിൽ ആക്ടറാണ്, അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എനിക്ക് ആരെയും അറിയില്ല, ഞാൻ വെറുതെ ടോവിനോയെ വിളിച്ചു. ടോവിനോ ഒന്ന് എന്ന് നിൻ്റെ മൊയ്തീനൊക്കെ ചെയ്ത് നിൽക്കുന്നൊരു സമയമാണ്.
ടോവിനോയ്ക്ക് ഈ സിനിമ കുറിച്ച് അറിയായിരുന്നു. ഞാൻ വരാം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു പേയ്മെൻറ്റ് പോലും പറയാതെ അദ്ദേഹം വന്ന് ആ സിനിമ ചെയ്തു. ആ സമയത്ത് ഞാൻ ഈ കിലോമീറ്റേഴ്സിൻ്റെ കഥ പറയുന്നു. അങ്ങനെ നമ്മൾ ഈ സിനിമ കിലോമീറ്റേഴ്സ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ടോവി അത് ആ സമയത്ത് വലിയൊരു താരമല്ല. ഞാനും ഈ പറഞ്ഞ പോലെ ഈ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുന്ന തരം സിനിമകൾ ചെയ്ത ഒരാൾ. ആ പ്രോജക്റ്റ് സംഭവിക്കാൻ കുറേ കാലം വേണ്ടി വന്നു. അങ്ങനെ 2018 ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ടോവി എൻ്റെ ഒരു പ്രൊഡ്യൂസറാണ്. ടോവി എനിക്ക് തന്നൊരു വാക്കാണത്, ഞാൻ ഈ സിനിമ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ 2015 സിനിമ ചെയ്യുമെന്ന് പറഞ്ഞാൽ 16 17 ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്വാൻസ് തന്ന പ്രൊഡ്യൂസറുണ്ട്. അവർ മാറി. ടോവിനോട് ഏതോ ഒരു സിനിമ നല്ലപോലെ പെർഫോം ചെയ്യാത്തപ്പോൾ അവരുടെ ആശങ്ക കാരണം അവർ മാറി. ഞാൻ എന്നൊരു സംവിധാനമുള്ള ആശങ്കയുണ്ട്. അപ്പോൾ ഞാൻ ടോവിനോട് ചോദിച്ചു, ടോവി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വേറൊരു പ്രൊഡ്യൂസറിനെ കാണണോ, വേറൊരു ആക്ടറിലോട്ട് പോകണോ, അതോ എന്താ ചെയ്യേണ്ടത്? ചോദിച്ചേട്ടാ ഞാൻ ഈ പടം ചെയ്യും, വേറെ ആര് പ്രൊഡ്യൂസ് ചെയ്തില്ല, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് 2018 ടോവിയും ടോവിയുടെ ഒരു ഫ്രണ്ട് റാംഷിയും കൂടെ ചേർന്ന് ആ സിനിമ നിർമ്മിക്കുന്നത്. അതും നമ്മൾ ആ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ രീതിയിലൊക്കെയുള്ളൊരു സിനിമയാണെങ്കിലും അതിൻ്റെ ഒരു നിർമ്മാണ രീതി ഏതാണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ അത്രയും ക്രൂ ഒരു ബസ്സിൽ യാത്ര ചെയ്ത്, എല്ലാവരും ഒരു ബസ്സിലാണ്, പിന്നെ ക്യാമറ പോകുന്നൊരു വണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 35 ദിവസം ഒരു ഫിലിം ക്രൂ മുഴുവൻ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടുന്ന് രാജസ്ഥാൻ വരെ പോയി നമ്മൾ ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്ന വലിയൊരു അനുഭവമാണത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സിനിമകളൊന്നും അത്ര നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലത്തെ സിനിമയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തരം സിനിമകളല്ല ചെയ്യേണ്ടതെന്ന് ഒരു വല്ലാത്തൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു, നമ്മളൊരു വേറൊരു തരം സിനിമകളിലേക്കെങ്കിലും പോകണം. നമ്മളിവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആളല്ല എന്ന് എനിക്കറിയാം. പക്ഷേ സംതിങ് നമ്മുടേതായിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. കാതലിന് പല തരത്തിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സിലോ അല്ലെങ്കിൽ LGBTQ വിരോധമുള്ള മനുഷ്യരോടൊന്നും പറയാനൊന്നുമില്ല. അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അല്ലാതെയുള്ള കാതലിനുള്ള വിമർശനങ്ങളുണ്ട്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ കാതൽ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ ആകുന്ന ഈ ഒരു ഏരിയയിലുള്ള പ്രാരംഭ സിനിമകളിലൊന്നാണ് കാതൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ഇനി ഈ ഏരിയയിൽ സിനിമ ചെയ്യുന്ന മനുഷ്യർക്ക് കുറെ കൂടെ ശ്രദ്ധിക്കാനും, ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ അതിനകത്തൊരു അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയെ കുറിച്ച് നല്ല ധാരണയും അറിവും ഉണ്ടാകുമ്പോഴും പലതും മനസ്സിലാവാത്തതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമയിലെ ചില കാര്യങ്ങളിൽ ഞങ്ങളെ വല്ലാതെ പൊള്ളിച്ചു, വല്ലാതെ വേദനിച്ചു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഞാൻ ന്യായീകരണം പറയാനൊന്നും പോകുന്നില്ല. അത് ഇനിയൊരു സിനിമ ഉണ്ടാകുമ്പോൾ ഞാനാണെങ്കിലും വേറെ ഫിലിം മേക്കറാണെങ്കിലും ആ കമ്മ്യൂണിറ്റിനെ വേദനയും വിഷമവും ഉണ്ടാവുന്ന തരത്തിലുണ്ടാവരുത്. അതിനൊരു കാരണമായി കൂടെ കാതൽ നിൽക്കട്ടെ. കാതലങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ ആർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുമെന്നേ പറയുള്ളൂ, മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഫിലിം മേക്കേഴ്സിന് അത്തരം വിമർശനങ്ങളെ വളരെ കാര്യമായിട്ട് കാണേണ്ടതുണ്ട്, വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാവും. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കുറേ സിനിമകളുടെ കാര്യം ഉദാഹരണം പറഞ്ഞില്ല. ഇപ്പം പെണ്ണുങ്ങൾ ക്യാരക്ടേഴ്സൊക്കെ നല്ല ക്യാരക്ടേഴ്സ് വരുന്നു. ഇപ്പം എന്നും പറഞ്ഞ് ഇതൊന്നും അല്ല ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് എന്തും പറയാൻ പറ്റണം. വളരെ എന്താ പറയുക, മോശം ആണെന്ന് തോന്നുന്ന മോശമായിട്ടുള്ള സ്ത്രീകളുടെ കഥകൾ പറയാം, വളരെ മോശം പുരുഷൻ്റെ കഥ പറയാം, സ്ത്രീ വിരോധികളുടെയും പുരുഷ വിരോധികളുടെയും, ഇതെല്ലാത്തിനും പറയണം. അൾട്ടിമേറ്റ്ലി നമ്മൾ സിനിമ എന്ത് മുമ്പോട്ട് വെക്കുന്നു എന്നുള്ളതുള്ളൂ. ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഈ പല സ്ഥലത്തും ക്ലാസ്സുകളും സെഷൻസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണിതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു റേപ്പിസ്റ്റായിട്ടുള്ള ഒരു നായകനാണ് നമ്മുടെ നായകൻ. നമുക്ക് ആ സിനിമ ചെയ്യാം, പക്ഷേ റേപ്പാണ് ശരിയെന്ന് നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നമുക്ക് എല്ലാവരും കൂടെ കൂടുന്ന ഒരു ആണല്ലോ നമ്മുടെ സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് എല്ലാ മനുഷ്യരുടെയും കഥകൾ നമുക്ക് ചെയ്യാൻ പറ്റണം, അല്ലാതെ അയ്യോ അത് ചെയ്താൽ പൊളിറ്റിക്കലി റോങ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മലയാള സിനിമയിലെ ഇടയ്ക്ക് നായികമാരെ കാണാനില്ല എന്നുള്ളൊരു ചർച്ചയില്ലായിരുന്നു. കാരണം ബിക്കോസ് ഹിറ്റായ ഒരുപാട് സിനിമകളിൽ നായികമാരില്ലായിരുന്നു. ആ ഒരു ടെൻഡൻസി എന്തുകൊണ്ടായിരിക്കാം?
അങ്ങനെ ഒരു ട്രെൻഡ് വന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ പുരുഷാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ആണുങ്ങളാണ് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആണുങ്ങളാണ് സിനിമയ്ക്ക് പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 5 വർഷം മുന്നേ നിങ്ങളൊരു മലയാള സിനിമയുടെ സെറ്റിൽ ചെന്നാൽ എത്ര പെൺപിള്ളേരെ കാണാൻ പറ്റും? അങ്ങനെ ഒരു സ്ഥലത്തു നിന്നുണ്ടാകുന്ന സിനിമകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മളിപ്പോൾ ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ്ങിലാണ് നമ്മൾ മാറി. ഇപ്പോൾ എന്താ പറയുക, ഈ ക്യാൻസിലെ കാര്യം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ആ സിനിമ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ക്യാൻസിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ സംവിധാനം ചെയ്ത പെണ്ണാണ്. നമ്മുടെ ഇവിടുത്തെ പെൺപിള്ളേർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യയും കനിയും അസീസ് അഭിനയിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ വിലപിച്ചുകൊണ്ടിരുന്ന സമയത്തല്ല അങ്ങനെ ഒരു ഉത്തരവൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ മാറട്ടെ. എൻ്റെ അടുക്കള ജീവിതമാണ് എന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ട്ണറിന് ഒരു സൗകര്യമായിക്കോട്ടെ എന്ന് കരുതി അവളോട് ഈ ജോലികളൊക്കെ ഷെയർ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞതിൻ്റെ ഭാഗമായി അടുക്കളയിൽ കയറുകയും അത് വല്ലാത്തൊരു നരകമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയത്താണ് ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയെക്കുറിച്ചാണല്ലോ, അനിയത്തെക്കുറിച്ചാണല്ലോ, അമ്മയെക്കുറിച്ചാണല്ലോ, എൻ്റെ പാർട്ട്ണർ ബീനെക്കുറിച്ചാണല്ലോ. ഇവർ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഇത്രമാത്രം എനിക്ക് ഈ വീടിൻ്റെ മുഴുവൻ ഏകദേശം ഉത്തരവാദിത്തമുണ്ട്. വീട് തുടയ്ക്കണം, അടിച്ചു വാരണം, തുണി അലക്കണം, തുണി വിരിക്കണം, കുട്ടികളുണ്ട്, ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ഇവൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ശരിക്കും വട്ടെന്നൊക്കെ നമ്മൾ പറയാം, നമുക്ക് ഭ്രാന്താകുക എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ്. നമ്മുടെ ദേഷ്യം കൂടുന്നു. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലൊരു സിനിമ കാണാൻ പറ്റുന്നില്ല. ഒരു ബുക്ക് എടുത്താൽ അപ്പോൾ ഉറങ്ങിപ്പോവും. എത്ര ഇൻട്രസ്റ്റിംഗ് സിനിമയാണെങ്കിലും ഞാൻ ഉറങ്ങിപ്പോവും. കാരണം അത്രമാത്രം ഞാൻ മടുത്തു. ഒരു മൊമെൻറ്റിൽ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ബീനയുടെ അടുത്ത് പറഞ്ഞതാണ്, നമുക്ക് ഈ അടുക്കള വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യും കേട്ടോ, ഇവിടെ ഒരുത്തനും അങ്ങനെ ചെയ്തിട്ടില്ല, ആരും ചെയ്യുന്നില്ല. ആരും കാര്യമായിട്ട് അടുക്കളയെക്കുറിച്ച് പെണ്ണുങ്ങൾ പോലും എഴുതിയത് വളരെ കുറവാണ്. ഈ അടുക്കള ഒരു നരകമാണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടൊക്കെ ഉള്ള മനുഷ്യർ വഴിയാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള എഴുത്തുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. മാധവക്കുട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. സക്കറിയ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനിങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഭയങ്കര കുറവായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് പലതും എനിക്കുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ആണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നത്. അതിൽ എല്ലാം നമുക്ക് പരിചയമുള്ള പല മനുഷ്യരുടെ ലൈഫിലുള്ളതും എനിക്ക് ചുറ്റും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സിനിമ ഞാനായിരിക്കും മലയാളത്തിൽ ഈ അടുക്കള ഇത്ര ഉള്ളൊരു സിനിമ അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കെ ജി ജോർജ് സാർ അതിന് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കത് മനസ്സിലായി. കെ ജി ജോർജ് സാറിൻ്റെ സിനിമയുടെ ഒരു ഡിസൈൻ തന്നെയായിരുന്നു ഇതും. പല സ്ത്രീകളുടെ ജീവിതം, നിമിഷയുടെ ടീച്ചർ, നിമിഷയുടെ കൂട്ടുകാരി, അങ്ങനെ പോകുന്നൊരു തിരക്കഥ 1 മാസം മുന്നെയാണ് ഞാൻ ആദാമിൻ്റെ വാരിയൽ കണ്ടിട്ട്. ശരിക്കും ആദാമിൻ്റെ വാരിയൽ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരേ കാര്യം പറയുന്ന സിനിമയാണ്. പക്ഷേ നമ്മുടെ കൂട്ടുകാരെല്ലാവരും പറയുന്നു നമുക്കിപ്പോൾ ഈ സിനിമ ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ചെയ്യാൻ കുറച്ച് സ്ക്രീൻ പ്ലേ കുറച്ച് മാറ്റാം. അങ്ങനെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങുന്നത് തന്നെ. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് കെ ജി ജോർജ് സാറിന് വയ്യാത്ത സമയമാണ്, അദ്ദേഹത്തിന് ഓർമ്മകൾക്കൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു, അദ്ദേഹത്തെ സിനിമ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ഒരു ബോധാവസ്ഥയിൽ അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ കാണണം എന്ന് തന്നെ തോന്നിയിരുന്നു. ജിയുടെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും 2 പെൺകുട്ടികൾ മുതൽ കാതൽ വരെ നിന്നാൽ അതൊരു ഒരു രീതിയിൽ പറഞ്ഞാൽ സ്ത്രീപക്ഷ സിനിമകൾ തന്നെയാണ്. ഈ ജിയോ ബേബി എന്നുള്ള ഫെമിനിസ്റ്റ് എപ്പോഴാണ് ജനിക്കുന്നത്? ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലാണ്. നമ്മളെപ്പോഴും അവർ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തോ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഫെമിനിസ്റ്റ്. ഇപ്പോൾ എൻ്റെ തന്നെ ബന്ധത്തിലുള്ള ഇപ്പോൾ എനിക്കറിയാവുന്ന പറഞ്ഞ മനുഷ്യർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു കുഴപ്പമില്ല, അവരൊക്കെ നല്ല ആളാണ്, പക്ഷേ അവർ ഫെമിനിസ്റ്റ് ആയിപ്പോയി. അപ്പം നമ്മളൊക്കെ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെയല്ലേ ജീവിക്കുന്നതല്ല. നമ്മളൊരു ദിവസം പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളൊന്നുമല്ല. പക്ഷേ ജീവിതം കൊണ്ട് നമ്മൾ ഈ അടുക്കളയിലായി പോകുന്ന സമയത്തിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒന്ന് പർപ്പസ്ഫുള്ളി അല്ല, എനിക്ക് മാറണം, എനിക്ക് സാധാരണ പുരുഷന്മാരെ പോലെ ഉള്ള ഒരാളായി മാറണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയി ചെയ്തൊന്നുമല്ല. പക്ഷേ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത്. ആ മാറ്റം ആണ് ഇപ്പോഴും ഞാനും ബീനയും തമ്മിലുള്ള ലൈഫിൽ ആ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അത് ആ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ബീനയോട് ഭയങ്കരമായിട്ട് വർത്തമാനം പറയാൻ തുടങ്ങി.
കാരണം എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും വേണം. ഇപ്പോൾ ആ സിനിമയുടെ ക്രിയേറ്റീവ് ഹെഡ് ആണ് ബീന. അപ്പോൾ നമ്മൾ അത്ര സംസാരിച്ചിട്ടുള്ളത് ബീനയുടെ അടുത്ത് ആ സിനിമയെക്കുറിച്ച്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്ന മനുഷ്യർ എന്ത് തരം ജീവിതമാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായി വന്നു. ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അതുണ്ടായി വന്നത് വല്ലാത്തൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്, ഒരുപാട് ചർച്ചകളുണ്ടെന്നൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സോറി പറയിപ്പിക്കുന്ന സുരാജ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ അംശമാണത്. അല്ലെങ്കിൽ അതിലെ ഫാദർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഇന്നത്തെ ജനറേഷനിൽ ഞാൻ ഉൾപ്പെടെയുള്ള പല ആണുങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ അതെല്ലായിടത്തും നമ്മുടെ അടുത്തു നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരികൾ അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് സിനിമ ചെയ്യുമ്പോൾ അറിയാം, ഞാൻ വളരെ ലൈറ്റർ വേർഷൻ ഓഫ് വുമൺ ലൈഫാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഇതിൻ്റെ വല്ലാത്തൊരു ഭീകരത ആണ് പുറത്ത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ പോലും അനുഭവിക്കുന്നതെന്നൊക്കെ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അത് അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും സൊസൈറ്റി ഇങ്ങനെ നിൽക്കുന്ന തന്നെ ഈ ബോധ്യം ആർക്കും ഉണ്ടാകുന്നില്ലല്ലോ. നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നമുക്കൊരു ചായ എന്ന് പറയുന്നത് ഇതുണ്ടാക്കാത്ത മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്ന ഒരു തരം ലക്ഷറി ഒരു ചായ. ഇപ്പം ഞാനൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞാലോ, ഇത്രയും പേർക്ക് ചായ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലേ ഒരാളുണ്ടാവുമല്ലോ ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പാത്രം കഴുകണം, തേയിലപ്പൊടി ഇടണം അല്ലേ, പാലൊഴിച്ചിട്ടുള്ള ചായ ആണെങ്കിൽ ആ സോസ്പാൻ കഴുകാൻ കുറച്ച് സമയം വെള്ളത്തിലിടേണ്ടി വരും, അല്ലെങ്കിൽ അല്ലാതെ കഴുകാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചായ കിട്ടുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും കസേരയിൽ ഇരുന്നാൽ ചായ കിട്ടും ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കണം, അല്ല ചായ ഉണ്ടാക്കി വീട്ടിലെ ആണുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങനെ പണി ചെയ്യിപ്പിക്കരുത്. നമ്മുടെ വീട്ടിൽ അതിൻ്റെ മാറ്റം ഉണ്ടായി. അത് പല കാര്യങ്ങളും മാറ്റം ഉണ്ടായി. നമ്മുടെ വീട് ഇപ്പോൾ എന്താ പറയുക, ഒരു കുഞ്ഞു കാര്യത്തിലുള്ള ഒരു അഭിപ്രായം ചോദിക്കൽ വരെ ആ മാറ്റമാണ് എന്നാണ്. മറ്റത് പലതും ഞാൻ ഡിസിഷൻ മേക്കറാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. എൻ്റെ അച്ഛനാണെങ്കിലും പൊതുവെയുള്ള ആണുങ്ങൾ ഒക്കെ. പക്ഷേ ഈ സിനിമയിലൂടെ കടന്നു പോയപ്പോൾ അങ്ങനെ അല്ലാതെ ജീവിക്കുന്നതാണ് ഒരു ഭംഗിയെന്ന് മനസ്സിലായി. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് ആണുങ്ങൾ പാത്രം കഴുകി തുടങ്ങി എന്നുള്ളൊരു പൊതുവെ പറയുന്നുണ്ടായിരുന്നു. പല കമന്റ്സ് കാണുമ്പോഴും നമുക്കറിയാം അങ്ങനെ പലരും ഞാനത് ചെയ്തു തുടങ്ങി, നമ്മുടെ കളക്റ്റീവ് ഗിൽറ്റ് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിലൊരു സിനിമ സ്വീകരിക്കപ്പെടുമെന്ന് ഇത് എടുത്തപ്പോൾ തോന്നി? ഒരിക്കലും ഇല്ല. ഞാൻ ഈ സിനിമ ഇപ്പം നമ്മൾ ആദ്യത്തെ 2 പെൺകുട്ടികൾ, കുഞ്ഞു ദൈവം, ഈ സിനിമകളൊന്നും ഭയങ്കര ഒരു പോപ്പുലർ സിനിമകളായിരുന്നില്ല തിയേറ്ററിൽ വന്ന സമയത്ത്. പക്ഷേ എനിക്ക് ആ സിനിമകളിൽ നിന്നൊക്കെ ഒരു തരം സന്തോഷം ഉണ്ടായിരുന്നു. കിലോമീറ്റേഴ്സ് ചെയ്യുമ്പോഴും ഏറ്റവും ഇഷ്ടത്തോടു കൂടി തന്നെ അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിനിമ അല്ല, വേറൊരു തരം സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. വലിയ പൈസ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമയല്ലത്. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ ഈ കുഞ്ഞു ദൈവം 2 പെൺകുട്ടികൾ ഇന്ത്യക്ക് പുറത്ത് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ പേരുണ്ടാവും. ഇവരൊക്കെ എന്തെങ്കിലും പൈസയൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി നോക്കുന്ന ജോമാന, ഡിജോ, അല്ലെങ്കിൽ വിഷ്ണു, സജിൻ, ഇവരൊക്കെ ഇതിന് മുന്നേ ചെയ്ത സിനിമകളിലും കൂടെ ഭാഗം അവർ പോലും അറിയാതെ അവർ തന്നിരിക്കുന്ന പൈസയ്ക്കോ അവർ ചെയ്തിരിക്കുന്ന ഹെൽപ്പിനൊക്കെ ആയിരിക്കും നമ്മൾ ആ ക്രെഡിറ്റ്സ് വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഈ ക്രെഡിറ്റ്സ് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ വിസ കിട്ടും. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്നിട്ടാണ് പല ഫെസ്റ്റിവലിലും പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഹോളിവുഡ് എന്ന് പറയുന്ന ലോസ് ആഞ്ചലസിലെ ഹോളിവുഡ് എന്നുള്ള ഒരു ബോർഡുണ്ടല്ലോ, വളരെ പോപ്പുലറായിട്ടുള്ള, ആ ബോർഡ് കാണാവുന്ന ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സിനിമ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അത് നമുക്കെല്ലാവർക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കഥ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കഥയൊന്നുമില്ല, ഒരു അടുക്കള, അവിടെ പാത്രം കഴുകൽ, ഫുഡ് ഉണ്ടാക്കൽ, ഇതൊക്കെയുള്ളൂ. പക്ഷേ ഒരു ഇൻ്റലക്ച്വൽ കൈൻഡ് ഓഫ് സിനിമയായിരിക്കും. തിയേറ്ററിലൊരു മനുഷ്യൻ കാണാൻ പോകുന്നില്ല. ചിലപ്പോൾ നമ്മൾ ആ സിനിമ ചെയ്തതിൻ്റെ പേര് കൊല്ലരും നമ്മളെ ചീത്ത പറഞ്ഞാലേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുറച്ച് ഫെസ്റ്റിവലൊക്കെ കിട്ടുമായിരിക്കും, നമുക്ക് ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാം, മതി. അപ്പോൾ ജോമോൻ അപ്പോൾ പറഞ്ഞു, ഇത് ആ കാണുന്ന ഹോളിവുഡ് ആണെങ്കിൽ നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നു. ജോമോനും ഡിജോയും ഉണ്ട് അവിടെ. അങ്ങനെ ഇത് ആരും കാണാൻ സാധ്യതയില്ലാത്ത സിനിമ എന്നുള്ള രീതി തന്നെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഷോട്ടുകൾ,
ഭയങ്കര സ്ലോ ഫേസ് സിനിമയാണ് അത്. സത്യം പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ടല്ല, ഇങ്ങനെ കണ്ടാൽ മതി, ഇരുന്ന് അത്ര ബോറടി ഉള്ള കാണണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അത് പക്ഷേ വന്നപ്പോൾ അത് ഞങ്ങൾ ഇറക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി. അതായത് ഈ ഫെസ്റ്റിവലുകളിൽ അയക്കുക എന്നുള്ളത്, ഇത് കോവിഡ് വന്നു, ഫെസ്റ്റിവലുകളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ പിന്നെ സിനിമ ചെയ്യുക, മനുഷ്യരെ കാണിക്കുക എന്നുള്ളതാണല്ലോ. പുറത്തിറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. സ്വീകരിക്കപ്പെട്ടല്ലോ, അത് കേരള സമൂഹം എത്രമാത്രം മാറി എന്നുള്ള സൂചന കൂടിയല്ലേ അത്. നമ്മൾ വിചാരിച്ചത് അതൊരു എന്താ പറയുക, സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവരൊക്കെ സംസാരിക്കുമായിരിക്കാം, ഫേസ്ബുക്കിലൊക്കെ ആരെല്ലാം കുറച്ച് പോസ്റ്റുകളൊക്കെ വരുമായിരിക്കും എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഒന്ന് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ തിയേറ്റർ റിലീസ് അല്ലായിരുന്നു, OTT ആണ്, എല്ലാവർക്കും കാണാൻ പറ്റി. ആൾക്കാർ സിനിമ ഇല്ലാതിരിക്കുന്നൊരു സമയമായിരുന്നു, കണ്ടൻറ്റ് ഇല്ലാതിരിക്കുന്നൊരു സമയം, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ് ചെയ്തത്. നമ്മൾ അതെ ഇത് സിനിമ ചെയ്തിട്ട് ആദ്യം മേജർ പ്ലാറ്റ്ഫോംസിനൊക്കെ സമീപിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് എല്ലായിടത്തും നിന്ന് റിജക്റ്റ് ചെയ്യുന്നു. മലയാളത്തിലെ മേജർ ടെലിവിഷൻ ചാനലുകളെല്ലാം അപ്രോച്ച് ചെയ്തു, എല്ലാവരും റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള സ്ത്രീകൾ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ തന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ട്. ജിയോ സിനിമ കണ്ടു, ഗംഭീര സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് അവിടെ സംസാരിക്കും, അവിടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി, പൈസ എന്നുള്ളതല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെയൊക്കെ സ്വർണ്ണങ്ങൾ ബാങ്കിലിരിക്കുന്നു, കടം മേടിച്ച പൈസ, ഇത് എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ പറഞ്ഞു ജിയോ ഈ സിനിമയിലെ അവസ്ഥ പോലെ തന്നെയാണ്, ഞങ്ങൾക്കൊന്നും ഇവിടെ ഒരു വോയിസ് ഇല്ല. ഈ സിനിമ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഒരു കാരണം മതി ഇത് വാങ്ങാതിരിക്കാൻ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് ബുദ്ധി, നോക്കാം എന്നിങ്ങനെ പറഞ്ഞ മലയാളത്തിലെ പ്രമുഖ ചാനൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരി, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി അവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാരും വാങ്ങുന്നില്ല. നമ്മൾ തന്നെ ആലോചിക്കുക ഇനി ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ നമുക്കറിയാത്തത്. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരാൾ മാത്യു ഗൂഗിളിൽ ചെയ്തോ അല്ലാതെ അന്വേഷിച്ച് കണ്ടുപിടിച്ച പ്ലാറ്റ്ഫോമാണ് ഇനിസ്ട്രീം. നമ്മളവരെ കോൺടാക്റ്റ് ചെയ്യുന്നു, അവർ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അവർക്ക് തരാൻ പറ്റുന്നൊരു പൈസ തരാം, ബാക്കി ആൾക്കാർ കാണുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്തതോടുകൂടി ഇതിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഭയങ്കര ഒരു വൈറൽ പോലെയായി. നമുക്ക് ഈ റിജക്റ്റ് ചെയ്തോടത്ത് നിന്നൊക്കെ തിരിച്ച് കോൾ വന്നു. മലയാളത്തിലെ ആ സിനിമ പിന്നീട് സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റു. ആമസോണിൽ രണ്ടാമത് സിനിമ വന്നു. ഈ ആദ്യം ഇരുന്ന് റിജക്റ്റ് ചെയ്തൊക്കെ പുരുഷന്മാരാണ്. ആ തീരുമാനം മാറാൻ കാരണം ആ സിനിമ കാര്യമായിട്ട് സ്വീകരിച്ചതും കാര്യമായി ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചതും കൂടുതൽ പേരും പെണ്ണുങ്ങൾ, ആണുങ്ങളില്ല എന്നല്ല, അവരുടെ വലിയ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ആ ഒരു ആണുങ്ങളാണ് ഇതിനെ റിജക്റ്റ് ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചു, ഓരോരോ ഹെഡ്മാരാരാണ് അങ്ങനെ റിജക്റ്റ് ചെയ്തു. അതിനൊരു റീകോൾ ചെയ്യേണ്ട വന്നത് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ കാരണമാണെന്നുള്ളത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ നാവുന്നു ഓർത്തതല്ല, അതൊരു വല്ലാത്തൊരു നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമിലും ആ സിനിമ അവൈലബിളാണ്. ഭയങ്കര പിന്നെ വലിയ സക്സസ് ആയിരുന്നു. നമ്മൾ ആ ഒരു സിനിമ ചെയ്യാം, കുറച്ച് യാത്ര ചെയ്യാം, ആ യാത്ര നമുക്ക് ഇപ്പോഴും തുടരാൻ പറ്റുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി നമ്മളത് കഴിഞ്ഞിട്ട് പോയിട്ട് അതിൻ്റെ അന്ന് കിട്ടിയ പൈസ വെച്ച് നമ്മൾ ഫ്രീഡം ഫൈറ്റ് എന്നുള്ളൊരു ആന്തോളജി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കമ്പനി ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിന്ന് കിട്ടിയ ഒരു റവന്യൂ എന്നാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കമ്പനി ചെയ്തിട്ടുള്ള പല പടങ്ങളും ഇറങ്ങാനുണ്ട്. സ്വാഭാവികമായിട്ട് സിനിമ ഇൻഡസ്ട്രി സംഭവിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഈ സിനിമയാണ്. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. ഞാൻ എൻ്റെ അടുക്കളയിൽ ഈ നിമിഷ സജയനെ പോലെ ഇങ്ങനെ കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക. ഞാനാണ് നിമിഷ സജയൻ ആ സിനിമയിൽ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എൻ്റെ അമ്മോ ഇത്, കാരണം ഇത് ഇന്ന് രാത്രി തീരുമെങ്കിൽ എന്നെ ഇത് ബാധിക്കില്ല. ഞാൻ നാളെ രാവിലെ ഇത് ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, എനിക്ക് വളരെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ നിമിഷ സജയൻ എൻ്റെ അത് കൈ മണക്കുന്നുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എൻ്റെ സെക്സിനെ അത് ബാധിക്കുന്നുണ്ട്, സെക്സിൻ്റെ ഇടയ്ക്ക് കൈ മണക്കുന്നുണ്ട് നിമിഷ. ഇത് എൻ്റെ അവസ്ഥയാണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ഇത്തരം അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രം തിരിഞ്ഞ് ആലോചിക്കുന്നതാണ് ഈ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് ഇപ്പോൾ രാത്രി നമ്മൾ വന്ന് കിടന്നു, ലൈറ്റ് ഓഫ് ചെയ്തു, ഫാൻ ഇട്ടു, പുതപ്പ് കുറച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് കടല വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്ന്. അത്
ചിലപ്പോൾ കേരളത്തിൽ തുലവും തുച്ഛം പുരുഷന്മാർക്ക് മാത്രമായിരിക്കും അത് പോയി രണ്ടാമത് അടുക്കളയിൽ പോയി വെള്ളത്തിൽ കടല എടുത്തിടുക എന്നുള്ള പ്രോസസ്സ് ചെയ്യേണ്ടത്. ആ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നരകമാണെന്ന് ഞാൻ പറയും. ആ ഒരു നരകം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഫെമിനിസം വേണമെന്ന് എനിക്ക് തോന്നി, സമത്വം വേണമെന്ന് എനിക്ക് തോന്നി. അതാണ് അതിൻ്റെ ഒരു പോയിൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ദിവസം രാവിലെ നാളെ മുതൽ അങ്ങ് നന്നായേക്കാം, ഇവിടുത്തെ എന്താ പറയുക പുരുഷന്മാരെയൊക്കെ നന്നാക്കിയേക്കാന്ന് ഓർത്തിരുന്ന് പറയുന്നതല്ല. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടായി. അതുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ആ അടുക്കളയും ആ രംഗങ്ങളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാത്ത സ്ത്രീകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഏതെങ്കിലും രീതിയിലായിട്ട് ആ സിനിമയിലെ ഓരോ മൊമെന്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് തന്നെയാണ് ഓരോ മലയാളി സ്ത്രീയും പോയിട്ടുണ്ടാവുക. ആ സിനിമ കണ്ടിട്ടുണ്ട്. ആ നമ്മള് കാലാകാലങ്ങളായിട്ട് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരുന്ന ഒരു ഇടമാണ് അടുക്കള മലയാള സിനിമകളിലെല്ലാം. അതിനെയാണ് ജൂബി പൊളിച്ചെഴുതിയത്. അപ്പോൾ അത് ആ ഒരു പൊളിച്ചെഴുത്ത്, അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മളിപ്പോ സിനിമ ദ വേ ഇറ്റ് വാസ് റിസീവ്ഡ് നമ്മൾ കണ്ടു. അതിലപ്പുറം ഒരു കുറച്ചുകൂടി ഒരു ലോങ് ടേം ഇമ്പാക്ട് എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? സിനിമയുടെ അല്ലേ, സിനിമ കൊണ്ട് നമുക്ക് ഇപ്പം സിനിമ സംഭവിക്കുന്നത് തന്നെ എന്താണ്? ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്താൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ സിനിമയിലെ പറഞ്ഞ അതേ ആശയം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഫെമിനിസ്റ്റുകൾ പല രീതിയിൽ അവരുടെ ആശയപ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2020 ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. 20 ആകുമ്പോൾ ഈ സിനിമ ഇങ്ങനെ ഒരു കേരളത്തിലെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ സിനിമ സംഭവിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ മാത്രമല്ല. ഈ പറഞ്ഞ പോലെ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്, ഇതിനുവേണ്ടി എഴുതിയിട്ടുള്ള സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ സമത്വം അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിനെതിരെയൊക്കെ ഒരുപാട് മനുഷ്യർ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് മനുഷ്യർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇത്ര ഇൻഫർമേഷൻ ഉണ്ട്, എന്നിട്ട് ഞാൻ വന്നൊരു സിനിമ ചെയ്തെന്നേ ഉള്ളൂ. അതിൻ്റെ ക്രെഡിറ്റ് ഒരുപാട് മനുഷ്യർക്ക് പോകണം. സിനിമ എന്ന് പറയുന്നത് കുറേ കൂടെ ആൾക്കാർ കാണുകയും കുറേ കൂടെ സ്വാധീനിക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് എന്നോട് പല ഫെമിനിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും വർഷം പറഞ്ഞിട്ടും മനസ്സിലാകാത്തൊരു കാര്യം ജിയോയുടെ സിനിമ കൊണ്ട് എളുപ്പമായി എന്നുള്ളത്. അത് ശരിയായിരിക്കാം, സിനിമ അങ്ങനെയുള്ള മനുഷ്യരെ സ്വാധീനിക്കാം, നന്നായിട്ടും മോശമായിട്ടും. അതുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് ശേഷം ഇവിടുത്തെ വീടുകൾ മാറുമോ പുരുഷന്മാർ മാറുമോ ഒന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ ഒരു സിനിമ കൊണ്ടല്ല ഉണ്ടാവുക. അത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളും നമ്മൾ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ, പൊളിറ്റീഷ്യൻസ്, മൊത്തം സൊസൈറ്റിക്ക് വരുന്ന ഒരു മാറ്റമായിട്ട് എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ മാറി വേറൊരു തരത്തിലോട്ട് പോകും. അതിൽ സിനിമയും എല്ലാത്തരം ആർട്ട് ഫോംസും ഒക്കെ, സിനിമയും മാത്രമല്ലല്ലോ, നമ്മളിപ്പം ചിത്രം വരയിലും ഒക്കെ ഇത്തരം പ്രതിഷേധ സ്വരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലുടനീളം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഒരു സിനിമ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കേരളത്തിന് പുറത്തും നല്ല റിസപ്ഷനായിരുന്നു അല്ലേ? ഇന്ത്യയിലെ പല വലിയ സ്റ്റാർസിലും. അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയം ഒരു ഭാഗത്തു നിന്നുള്ളൊരു എതിർപ്പുണ്ടായിരുന്നു. എന്താ GOBBക്ക് അതിനെക്കുറിച്ച് കേരളത്തിന് പുറത്ത് കിട്ടിയ റിസപ്ഷൻ എങ്ങനെയായിരുന്നു? അല്ലെ, പൊതുവെ ഈ സിനിമയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസപ്ഷനാണ് എല്ലാ സ്ഥലത്തുനിന്നും. രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. ഇപ്പം ഈ ശബരിമല ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒക്കെയുള്ള എതിർപ്പുകളുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പം ശബരിമല ഈ വിഷയം ഇല്ലാത്ത ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അല്ലേ കുറേ കൂടെ നല്ലതെന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന് നമ്മൾ മറുപടി പറയുകയും, ആവശ്യമില്ലാത്തിട്ടുള്ള വിവാദങ്ങളോ ആവശ്യമില്ലാത്ത തരത്തിലുള്ള വായനകളെ ഞാൻ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. അതിന് ഒരു റെലവൻസും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയവും സിനിമയിൽ പറയുന്ന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനൊക്കെ എതിരെ സംസാരിക്കുന്ന കാര്യങ്ങളെയൊന്നും ഞാൻ സിനിമയ്ക്കുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് ഇൻഡസ്ട്രിയോടായിട്ട് മാത്രമായിട്ടൊരു വെറുപ്പില്ല. അങ്ങനെയുള്ള വെറുപ്പ് എനിക്ക് ഇവിടെയുള്ള എല്ലാ വീടുകളോടും ഉണ്ട്, ഇവിടെ എല്ലാ വീടിൻ്റെ അകങ്ങളോടും ഉണ്ട്, എല്ലാ പുരുഷന്മാരോടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ജനിച്ച് കുറച്ച് കഴിയുമ്പം തീരുമാനിച്ചിട്ടല്ല ഞാൻ എന്നാൽ ഒരു പാട്രിയാർക്കിനെ ഫോളോ ചെയ്യുന്ന ഒരാളായേക്കാൻ ഇവിടുത്തെ ഒരു പുരുഷനാകുന്നത്. അങ്ങനെയല്ല, ഇവിടെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ്. ഇവിടെ ആണുങ്ങൾക്ക് മാത്രം വില കിട്ടുന്ന, ആണുങ്ങൾ മാത്രം ഡിസിഷൻ മേക്കേഴ്സ് ആകുന്ന വീടുകളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനുള്ളത്. നമ്മളിനി തൊഴിൽ സ്ഥലത്തോട്ട് വന്നാലും അതങ്ങനെ തന്നെയാണ്. ഒരു സ്കൂളിൽ പോയാലും ഈ ഓഫീസിലാണെങ്കിലും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എല്ലാ ഓഫീസുകളും എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സിനിമയും അങ്ങനെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു,
എല്ലായിടത്തും പവർ ഗ്രൂപ്പുണ്ട്, വീടിൻ്റെ അകത്ത് പവർ ഗ്രൂപ്പുണ്ട്. അത് ആണുങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളെക്കാളും ശക്തിയില്ലാത്ത മനുഷ്യർ ഉള്ള എല്ലായിടത്തും പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് സിനിമയിൽ, മലയാള സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ ഉണ്ടായതും പെൺപിള്ളേരാണ്. അവർ പറഞ്ഞതുകൊണ്ട് ഇത്രയും കോലാഹലങ്ങളും ഇത്രയും കാലം വെയിറ്റ് ചെയ്തും ഈ റിപ്പോർട്ട് പുറത്തു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് സിനിമയിലെ വർക്ക് സ്പേസിൻ്റെ അന്തരീക്ഷം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാറ്റം സിനിമയിൽ മാത്രമല്ല എല്ലാ വർക്ക് സ്പേസുകളിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് കാരണമായത് നമ്മുടെ മലയാള സിനിമയിലുള്ള പെൺപിള്ളേരാണ് എന്നത് കൃത്യമായിട്ട് ചരിത്രം ഓർത്തു വെക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു മലയാള സിനിമ ഒരു വലിയ ജേർണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി, WCC, ഈ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണോ മലയാള സിനിമ? ടേണിംഗ് പോയിന്റ് ആവട്ടെ, അങ്ങനെ ആവണം. കാരണം ഇത്രയും എന്താ പറയുക, പലരും വളരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു സ്ത്രീകളെ ബാധിക്കുന്ന മാത്രം വിഷയവുമല്ല, അത് വർക്ക് സ്പേസിലുള്ള മനുഷ്യർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കുറേ കൂടെ ബെറ്ററായിട്ട് വേണം എന്ന് നമുക്ക് തോന്നാറുണ്ട്, സിനിമയിലാണേലും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതിനൊരു കാരണമാവട്ടെ ഇത്. ഇപ്പോൾ തന്നെ പലരും, പല സംഘടനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന പോലെ കാര്യങ്ങളെ മാറ്റുന്നു, ഞങ്ങൾ ഇന്ന പോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക ഇന്ന ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. മാറ്റങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ, മാറ്റങ്ങൾ ഉണ്ടാവണം. അതിന് ടേണിംഗ് പോയിന്റ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ, ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായി എനിക്ക് വന്നു ചേർന്നു, ഒരു ഫെമിനിസ്റ്റായിട്ട് സ്വാഭാവികമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഞാൻ ജിയോ ബേബി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്യുമ്പോൾ എൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ പെൺപിള്ളേരില്ല. അവിടുന്ന് കാതൽ ചെയ്യുമ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ പെൺപിള്ളേരുണ്ട്. അറ്റ്ലീസ്റ്റ് 5 പേരിൽ 2 പേര് പെൺപിള്ളേരാണ്. അത് നമ്മുടെ എന്താ പറയുക, നമുക്ക് സംഭവിക്കുന്നൊരു മാറ്റം കൂടാണത്. ആ മാറ്റത്തെ നമ്മുടെ ഡിസ്കഷനിൽ മാറ്റമുണ്ട്, നമ്മുടെ സീനുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിൽ മാറ്റമുണ്ട്. വുമൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടായി വരും. അത് ഈ പെൺപിള്ളേരും കൂടെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ അവരുടെ അഭിപ്രായത്തെ, എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെയും അഭിപ്രായം, എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ മാനിക്കുന്നത് പോലെ അവർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് കൃത്യമാണത്. എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആ കാര്യത്തിൽ അവർ പറയുന്നൊരു കാര്യം വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ കുഞ്ഞിലെയും അമൃതയും എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ സീനും അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഡിസ്കഷൻ സമയമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ മാറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ പെൺപിള്ളേരില്ലാന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഫിലിം സെറ്റിലേക്ക് പോയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്കിപ്പോൾ പെൺപിള്ളേരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5 വർഷം മുന്നത്തെ പോലെയല്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പെൺപിള്ളേരുണ്ട്, ഡയറക്ഷനിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ എണ്ണം ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമുക്ക് എത്ര വുമൺ ഫിലിം മേക്കേഴ്സ് ഉണ്ട്? വളരെ കുറവാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ വനിതാ സംവിധായകർക്കുള്ള പ്രോജക്റ്റും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എത്ര വനിതാ സംവിധായകരുണ്ടായേനെ? ആരാണ് ഇവരെ വിടാതിരിക്കുന്നത്? അതുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒരു പെൺകൊച്ച് സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും ഒരു ആൺകുട്ടി സിനിമയിലേക്ക് പോകുന്നു എന്നും പറയുന്നത് ട്രീറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അപ്പം അതിനും കൂടെ ഒക്കെ മാറ്റം ഉണ്ടാവട്ടെ, മനുഷ്യരുടെ ചിന്താഗതിയിലൊക്കെ മാറ്റം ഉണ്ടാവട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചില ഡയറക്ടേഴ്സ് പേഴ്സണലി പറയാറുണ്ട്, ഈ വിമനെ അസിസ്റ്റൻസ് ആയിട്ട് വെക്കുന്നതിൽ പേടിയാണ്. ഈ റിപ്പോർട്ട് വന്നത് അങ്ങനെയും കൂടി ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ പേടിക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പേടിക്കല്ലേ, കുറച്ചുകൂടെ എൻവയോൺമെൻറ്റ് കുറച്ചുകൂടെ നന്നാവുമ്പോൾ അത് നല്ലതുപോലെ ചെയ്യുക. അതാ ഞാൻ ഈ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, ഈ തുല്യത എന്ന് പറയുന്നത് നമുക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യമായി പോയി അല്ലേ. എൻ്റെ സ്ഥാനം വേറൊരാൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇവിടെ വന്നാൽ അവരിതെല്ലാം കൂടെ കൊണ്ടുപോകും. അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയാണ് തുല്യത എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ആരും പേടിക്കൊന്നും വേണ്ട എന്നാണ് ഒരു കാര്യമില്ല. അത് കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്കൊരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറെ പേര് വരുന്നു, കുറെ അലിഗേഷൻസ് ചെയ്യുന്നു, അത് മാധ്യമങ്ങളിൽ കുറെ പബ്ലിസിറ്റി കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് 2-3 വീക്സിൽ കണ്ടതെന്ന് വെച്ചാൽ കുറെ അലിഗേഷൻസ് ഫോളോയിങ് അപ്പാർട്ട് അതെ അല്ലേ.
അപ്പൊ ഇത് ആർക്കും എന്നും പറയാനുള്ള ഒരു അതെ. വേദിയായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്, അതാണ് ശരിക്കും വേണ്ടത് നമുക്കിവിടെ. അതെ, അതാണ് ഇത് ഈ ഫാൾസ് അലിഗേഷൻസ് എന്ന് പറയുമ്പോൾ അതാണ് വലിയ അപകടം ഉണ്ടാക്കുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള പരാതികളെ പോലും അത് റദ്ദ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തും. അത് വലിയ അപകടകരമാണ്. പക്ഷേ അങ്ങനെ ഫാൾസ് അലിഗേഷൻസ് വന്നിട്ട് വെറുതെ ഒരാളുടെ എന്താ പറയുക, ഒരാളെ നശിപ്പിക്കുന്നത് ഭയങ്കര ക്രൈമാണല്ലോ. അപ്പോൾ അതിനെതിരെയും കൂടി ഈ നടപടി ഉണ്ടാവണം. അപ്പോൾ അതും ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഫാൾസ് അലിഗേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഒരാളെ വെറുതെ വ്യക്തിഹത്യ ചെയ്യുക, അതിനെതിരെ ഭയങ്കര നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ ഈ ജെന്യൂൻ ആയിട്ടുള്ള പരാതികൾ ഇങ്ങനത്തെ ഇല്ലാത്ത പരാതികളുടെ ആധിക്യത്തിൽ ഇല്ലാതായി പോവുകയും ചെയ്യരുത്. അത് നമുക്കൊരു ആശങ്കയുണ്ട് അതിൽ. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യമില്ലാത്ത പരാതികളുമായിട്ട് വന്ന് ഇതിൻ്റെ ഇടയിലൂടെ. അപ്പം അതൊക്കെ നമ്മളെ ആശങ്കകളാണ്. ഈ ചോദിച്ചതുപോലെ എനിക്കും അത് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഇങ്ങനത്തെ പരാതികൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലുതാണ്. ജിയോബിയുടെ സിനിമകൾ എടുത്ത് നോക്കിയാലും സംസാരത്തിലാണെങ്കിലും ഒരു സ്ത്രീകൾ പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീകളെല്ലാവരും നന്മകളുടെ നിറകുടവും പുരുഷന്മാരെല്ലാവരും വില്ലന്മാരും അങ്ങനെ ഒരു നെറേറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അതല്ലേ എത്ര വർഷം തുല്യത എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. വില്ലന്മാരെന്ന് പറയുന്നത് ഞാൻ അതല്ലേ പറഞ്ഞ ഒരാള് ആണ്. അതല്ല ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇവിടെ ഞാൻ കുറച്ച് പാട്രിയാർക്കിയൽ സൈഡിലൂടെ പോയേക്കാന്ന് വിചാരിച്ചല്ല. സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലാതെ ആൺപിള്ളേർ ഒരു പ്രായമാകുമ്പോൾ വന്നിട്ട് ഇനി ഞാൻ നിങ്ങളെ ഭരിക്കുന്നു ഇവിടെ ആരും പറയുന്നില്ല. ഭരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി അവർ ചെയ്യേണ്ടുന്നൊരു കാര്യമായിട്ട് അവർ പഠിച്ചു വരുവാണ്. അല്ലാതെ ആണുങ്ങൾ മുഴുവൻ വില്ലന്മാരും പെണ്ണുങ്ങൾ എല്ലാം തികഞ്ഞവരെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വീടിൻ്റെ അകത്താണ് ഈ പ്രശ്നം പ്രധാനമായിട്ടുള്ളത്. അത് നിങ്ങൾക്കൊക്കെ തന്നെ നോക്കി അറിഞ്ഞൂടെ അല്ലേ? മീൻസ് ഞാനായിട്ടിത് കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും അല്ലല്ലോ. നമ്മൾ കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ആ പുരുഷാധിപത്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഓരോ വീട്ടിലെ ആണുങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്ന് ഉണ്ടാക്കിയതല്ല. അത് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഭാഗമാവാതെ എങ്ങനെ ഇരിക്കണം ഇനി വരുന്ന പിള്ളേർ അതിലോട്ട് പോവാതെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സമത്വം എന്നുള്ള ഒരു സുന്ദരമായ ഒരവസ്ഥ അത് ഫോളോ ചെയ്യുന്ന മനുഷ്യർക്കെങ്കിലും ഉണ്ടാവും. WCCയുടെ ഒരു റോൾ ഉണ്ട് ഇന്നത്തെ മലയാള സിനിമയെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ. WCCയുടെ ആ റോളിനെ എങ്ങനെ കാണുന്നത്? അതാ പറഞ്ഞത്, നമുക്കിവിടെ ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പലരും പല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. WCC അതിനെതിരെ ഭയങ്കര എന്താ പറയുക, ഒരു വിപ്ലവാത്മകമായ കാര്യമാണ് തൊഴിൽ മേഖലയിൽ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ തൊഴിൽ മേഖലയിലും ആ മാറ്റം ഉണ്ടാവും. അത് WCCനെ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തി വെച്ചേ പറ്റത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ വെക്കണമെന്ന് പറയുകയല്ല, അതങ്ങനെ തന്നെയാണ്. ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ മലയാള സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാറ്റങ്ങളിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സംഘടനകളും പോസിറ്റീവ് എന്ന് തോന്നുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെ എടുത്തു തുടങ്ങി. അത് WCC കാരണം തന്നെയാണ്. WCCയുടെ ഭാഗമായിരുന്ന പല നടിമാരെയും മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളൊരു പരാതി പലയിടത്തുനിന്നും കേൾക്കാറുണ്ട്. അതിന് വാസ്തവമുണ്ടോ? എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ അതിലുള്ള ആൾക്കാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവർക്കങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകൾ ഒക്കെ പലതും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ എന്ന് പറയുന്നിടത്ത് നമ്മളാണ് ഡിസിഷൻ മേക്കേഴ്സ്. നമുക്കാവശ്യമുള്ള നടന്മാരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും ഇപ്പം നമ്മളോട് ആരും ഒന്നും പറഞ്ഞിട്ട് അവരെ വിളിക്കരുതെന്നും പറഞ്ഞിട്ടില്ല, അവരെ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നുണ്ടെന്ന് അവർ പറയുമ്പോൾ അതിനെ വളരെ കാര്യമായിട്ട് അതിനെ കാണണമല്ലോ. അങ്ങനെ ഇല്ലയെന്ന് പറയില്ല, അങ്ങനെ ഉണ്ടാകുന്ന അന്വേഷിക്കും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ ചെയ്യേണ്ടത്. അതേപോലെ WCCയുടെ ഒരു ഡിമാൻഡാണ് പേ പാരിറ്റി എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പൊ കാതൽ പോലെ ഒരു സിനിമയ്ക്ക് മമ്മൂട്ടിക്ക് കിട്ടുന്ന പ്രതിഫലമായിരിക്കില്ലല്ലോ ജ്യോതികയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ നിമിഷയ്ക്ക് കൊടുത്ത പ്രതിഫലമല്ല സുരാജിന് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു ഡിമാൻഡിനെ, പേ പാരിറ്റി അല്ലെങ്കിൽ ഈക്വൽ പേ എന്ന് പറയുന്ന ഡിമാൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെനിക്ക് തോന്നുന്നത് അതിനെ എങ്ങനെ നോക്കി കാണാൻ ചോദിച്ചാൽ
അതിൽ ഒരിടത്തുമില്ല ഒരു രാജ്യം ത്തിൻ്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളോട് സംഭവിക്കേണ്ട ഒന്നായിരിക്കും അത്, അല്ലേ? ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു, ഈ ചായ ഉണ്ടാക്കി തരുന്ന ആൾക്ക് കിട്ടുന്ന സാലറി അല്ല നിങ്ങളുടെ സാലറി. സിനിമയിൽ പ്രധാന നടന് കിട്ടുന്ന സാലറി അല്ല അയാൾ സൂപ്പർ താരമാണെങ്കിൽ സംവിധാനം കിട്ടുന്നത്. എല്ലായിടത്തും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലേ, ഹൈലി പെയ്ഡാണ്. അദ്ദേഹത്തെയൊക്കെ കൂടുതൽ ഫിസിക്കൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ടാവുമായിരിക്കും, അവർക്ക് അത്രയും പേ ചെയ്യപ്പെടുന്നില്ല. ഇതിന് സിനിമ വെച്ചിട്ട് ഇതിനെ അസസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എല്ലാ വർക്ക് സ്പേസിലും അങ്ങനെയാണ്. എല്ലാവർക്കും ഒരേപോലെ കൂലി കിട്ടുന്ന ഒരു പരിപാടിയൊക്കെയാണ് നല്ലതെന്ന് നമുക്ക് തോന്നും, അല്ലേ? ഇപ്പോൾ നമ്മളെല്ലാവരോടും ഭയങ്കര സ്വപ്നം കാണണം, ഹൈറ്റ്സിലോട്ട് എത്തണം എന്നൊക്കെ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ഓരോ പരിപാടിക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പക്ഷേ അത് തന്നെയാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു അപകടവും. നമ്മൾ ഈ ഹൈറ്റ്സിലേക്ക് എത്തുന്നത് എന്തോ വലിയൊരു സംഭവമാണ്. നിങ്ങൾ ഹൈറ്റ്സിലേക്ക് എത്തി അല്ലേ? ഇപ്പോൾ എന്നെ പരിപാടിക്ക് വിളിക്കാൻ വന്ന ഒരു ഡ്രൈവറുണ്ട്, അല്ലേ? ആ വണ്ടി കേടായാൽ നന്നാക്കേണ്ട വർക്ക്ഷോപ്പിലെ തൊഴിലാളികളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഏത് ഹൈറ്റ്സിൽ വെച്ചിട്ടാണ് അളക്കുക? അങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അപ്പോൾ അവർക്ക് എത്ര പേ ചെയ്യണം, അല്ലേ? എല്ലാവരും പൈലറ്റുമാരും എല്ലാവരും ഡോക്ടർമാരും എൻജിനീയർമാരും ആയി കഴിയുമ്പോൾ ഈ പൈലറ്റ് എയർപോർട്ടിൽ വന്നിട്ട് വീട്ടിൽ പോകുന്നത് എങ്ങനെ പോകും? ഒരു ടാക്സി ഓടിക്കാൻ ആരാ ഉണ്ടാവുക? ഈ ടാക്സി ഓടിക്കുന്നവനും പ്ലംബറും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന മനുഷ്യരുമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആരും പഠിപ്പിക്കാത്തത് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മറ്റേ ജോലിക്ക് കുറച്ചുകൂടെ കൂടുതൽ പൈസ കൊടുത്താൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആലോചിക്കണം എന്നല്ല. അത് ഫുള്ളി ഒരു രാജ്യം തന്നെ റോങ് ആയി കിടക്കുകയാണ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ഭൂരിഭാഗം രാജ്യങ്ങളും ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വല്ലാത്ത റോങ് ആണെന്ന് നമുക്ക് തോന്നും. അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ കാര്യം എനിക്ക് തോന്നാറുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങളപ്പോൾ എങ്ങനെയാണ് സ്വപ്നങ്ങളെ അല്ലെങ്കിൽ സക്സസ്സിനെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ. എനിക്കത് മനസ്സിലാകുന്നില്ല. ചോദിക്കാൻ കാരണം നമ്മൾ ഒരാളുടെ സിനിമയ്ക്കുള്ള കിട്ടുന്ന റെമ്യൂണറേഷൻ ജെൻഡർ എന്നതിലുപരി ഒരാളുടെ മാർക്കറ്റ് വാല്യൂവിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ? അതെ, അത് സിനിമയിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം നയൻതാര ഹൈലി പെയ്ഡാണ്. അവരുടെ സിനിമകൾക്ക് അത്രയും തിരിച്ച് റവന്യൂ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അത് സിനിമയിലെ കാര്യമല്ല, ഹൈലി പേ ചെയ്യപ്പെടുന്ന റിട്ടേൺസ് വരുന്ന എല്ലാത്തരം വസ്തുക്കൾക്കും എല്ലാത്തരം മനുഷ്യരും അങ്ങനെ തന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. എന്താ പറയുക, അതിലിപ്പം ഇതൊക്കെ ശരിയായ നല്ലതായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ പൈസ കിട്ടിയാലേ എന്താ നല്ലതെന്ന് തോന്നത്തില്ലേ? ഇപ്പം എനിക്ക് തോന്നാറുണ്ട്, ഒരു സംവിധായകന് നിർമ്മാതാവിന് കിട്ടുന്നതിൻ്റെ അടുത്തെങ്കിലും ഒരു ലാഭമായാൽ കിട്ടണ്ടേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് എല്ലാ സിനിമയിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ എഴുത്തുകാരും ഒക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിളിങ്ങിൻ്റെയും കൂടെ ഒരു ഏരിയയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാതൽ കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു, ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പക്ഷേ ജീവിക്കണം, മുമ്പോട്ട് പോകണം. അപ്പോൾ അഭിനയിക്കുന്നുള്ളത് കൊണ്ടൊക്കെ സിനിമയുടെ ചുറ്റുവട്ടത്ത് തന്നെ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഓരോരോ എന്താ പറയുക, ഓരോരോ ഭാഗ്യങ്ങളാണ്. ഇതില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. നമ്മളിപ്പോൾ ആദ്യത്തെ സിനിമ സക്സസ് ആയവും അല്ലാത്തവരൊക്കെ ആയിട്ട് എത്ര മനുഷ്യരുണ്ടെന്ന് ആലോചിച്ചു. സിനിമ എടുത്ത് നോക്കിയാൽ അതുപോലെ എത്രയോ എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ പശ്ചാത്തലവും പാരമ്പര്യവും ഒന്നും അങ്ങനെ ആളായിട്ട് അറിയില്ല. എങ്ങനെയാണ് ഇതൊരു സിനിമയിലേക്കുള്ള വരവായി തുടക്കം എങ്ങനെയാണ്? അത് എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ ഇപ്പോൾ 82 ജനിക്കുന്ന ഒരാൾ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ ഒരു VCR ഉണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ VCR കോമൺ അല്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് സൗദിയിൽ ദുബായിലൊക്കെ നേഴ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്ന ഒരു ആഡംബര വസ്തു. അപ്പോൾ സിനിമകളുടെ കാഴ്ച എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സിനിമ കാണാൻ പറ്റും. വീഡിയോ കാസറ്റ്, VHS. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ വീഡിയോ ലൈബ്രറി പോവും. നമുക്കിഷ്ടം അന്ന് ഞാൻ ജഗതി ശ്രീകുമാറുള്ള സിനിമകൾ കാണുക എന്നുള്ളതാണ്.
അതിനുശേഷം അത് ഞങ്ങളുടെ തറവാട് എന്ന് പറയാം. ഞാൻ 4ാം ക്ലാസ്സിൽ കഴിയാറോടുകൂടി ഞങ്ങളായിട്ടുള്ളൊരു താമസം മാറുന്നുണ്ട്. ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ VCR ഇല്ല നമുക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദർ നല്ല സിനിമകൾ കാണുകയും ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് VCR എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ ഒരു മെഷീൻ അതില്ലാതെ ആയപ്പോൾ വല്ലാത്തൊരു പ്രശ്നം കുറച്ച് നാളുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു VCR വാങ്ങി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ വീട്ടിലും വേറെ ഒരാളുടെ വീട്ടിലെങ്ങാണ്ട് ഉള്ളൂ ഈ സംഭവം. സ്കൂളിൽ തന്നെ വളരെ റയറാണ് ഈ VCR എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എനിക്കിൻ്റെ വിലകളെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഇത് ഭയങ്കരമായിട്ട് കിട്ടാൻ പാടുള്ള സാധനമാണെന്ന് എനിക്കറിയാം. നമ്മളെപ്പോലെ ഒരു ഫാമിലിക്ക് അത് വാങ്ങാൻ പറ്റുമെന്നൊക്കെ ആശങ്കകളുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ സിനിമ കാഴ്ച എന്നും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനൊരു 6ിലൊക്കെ പഠിക്കുമ്പോൾ പതർ പാഞ്ചാലി എന്നെ വളരെ നിർബന്ധമായിട്ടിട്ട് എന്നെ കാണിക്കുന്നുണ്ട്. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഫാദറും ഞാനുമായിട്ട് വഴക്കുകളുണ്ട്. കാരണം എനിക്കിഷ്ടമുള്ള സിനിമയല്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള. അങ്ങനെ പക്ഷേ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു അവധി സമയത്ത് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വീണ്ടും പതർ പാഞ്ചാലി കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആ സിനിമയിലങ്ങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ഫാദറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് ആ സിനിമ മനസ്സിലായതെന്ന്. അങ്ങനെ ഞങ്ങൾ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ വീട്ടിൽ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അരവിന്ദൻ്റെ ഒരിടത്തെന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു 15-16 വയസ്സുണ്ട്. എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതുപോലെ അതേ സമയത്ത് എനിക്ക് തേന്മാൻകൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയും അതിൻ്റെ സിനിമോഗ്രാഫി, ആ സിനിമയും എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഒരിടത്തെന്ന് പറഞ്ഞ വീഡിയോ കാസറ്റിന് സത്യം പറഞ്ഞാൽ റെൻറ്റിനെടുക്കുന്ന സ്ഥലത്തുനിന്ന് അതിന് ആരുമില്ല അതിൻ്റെ ആവശ്യക്കാർ. തേന്മാൻകൊമ്പത്തിൻ്റെ കാസറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിളി വരും. ഞാനിത് കൊടുക്കത്തില്ല, വീണ്ടും വീണ്ടും കാണും. തേന്മാൻകൊമ്പത്ത് ഞാൻ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. സ്വന്തമായിട്ടൊരു വീഡിയോ കാസറ്റ് ഉണ്ട് എനിക്ക് തേന്മാൻകൊമ്പത്തിൻ്റെ. ഒരിടത്ത് ഞാൻ കൊടുത്തില്ല, ഒരിടത്ത് അവർക്ക് വേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് ഞാൻ കണ്ട് അരവിന്ദൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നു, സിനിമ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എൻ്റെ പരീക്ഷണങ്ങളും എല്ലാം ഈ വീഡിയോ കാസറ്റ്, VCR, ഒരു ടേപ്പ് റെക്കോർഡറുണ്ട്. ഇതൊക്കെ ആ കാലത്തെ കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ ഫാദർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ നമുക്ക് കുഞ്ഞിലെ മുതൽ ഒരു 3ാം ക്ലാസ്സിൽ മുതലേ താല്പര്യമുണ്ട്. ഈ ഒരു 16-17 വയസ്സിലൊക്കെ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ തേന്മാൻകൊമ്പത്ത് റീഡബ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ കാസറ്റ് ഇടുന്നു, അതിൻ്റെ ഒരു സീൻ എടുക്കുന്നു, ആ സീൻ ഞാൻ വേറെ വളരെ എന്താ പറയുക ഫണ്ണായിട്ടുള്ള രീതിയിൽ ഡബ് ചെയ്യും. എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണ ഒരു ടേപ്പ് റെക്കോർഡർ ഡബ് ചെയ്തിട്ട് ഈ സിനിമയുടെ കഥ മുഴുവൻ മാറ്റി ഒരുമിച്ച് ഇത് പ്ലേ ചെയ്യും. ഭയങ്കര പാടുള്ള പരിപാടിയാണ്. കാരണം ഇത് രണ്ടും സിങ്ക് ചെയ്യണം, രണ്ടും ഈ TV മ്യൂട്ട് ചെയ്യും. നമ്മുടെ ടേപ്പ് റെക്കോർഡർ ഈ സിനിമയിലെ സംഭാഷണങ്ങൾ ഞാൻ മാറ്റിയതുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കാഴ്ചക്കാരി എൻ്റെ അനിയത്തിയാണ്. ഇത് ഭയങ്കര ചിരി വീട്ടിലുണ്ടാക്കും. അങ്ങനെ ആ സിനിമയിലെ പല ഭാഗങ്ങളും ഞാൻ വേറെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഞാൻ വീണ്ടും ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കാതലൻ എന്ന് പറഞ്ഞ ശങ്കറിൻ്റെ സിനിമയാണ്. അത് ഞാൻ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. കാരണം ആ സമയത്ത് ഒരു ടീനേജിലെ ബോയിനെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമയായിരുന്നു കാതലൻ. അപ്പോൾ തേന്മാൻകൊമ്പത്തിലെ മോഹൻലാലും ശോഭനയും മറിഞ്ഞു പോയി കുടം തെറിച്ച് പോകുന്നുണ്ട്. കാതലനിൽ ഇതുപോലെ ജീപ്പുകൾ ജമ്പ് ചെയ്യുന്ന ഷോട്ടുകളുണ്ട്, ബൈക്കുകൾ ജമ്പ് ചെയ്യുന്ന. വീഡിയോ കാസറ്റ് വെച്ച് ഇതിങ്ങനെ നോക്കി കണ്ട് ഏത് പോർഷനിലാണ് കുടം തെറിക്കുന്നത് എന്നുള്ളത് കത്രിക വെച്ച് ടേപ്പ് കട്ട് ചെയ്തിട്ട് കാതലൻ്റെ ഈ ബൈക്കും ജീപ്പും ജമ്പ് ചെയ്യുന്ന ഷോട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് പ്ലേ ചെയ്ത് നോക്കും. സോ കുടം വന്നിട്ട് ബൈക്കായിട്ട് ജമ്പ് ചെയ്ത് മാറുന്ന പ്രോസസ്സാണ് നടക്കേണ്ടത്. പക്ഷേ അതിന് ഈ ടേപ്പ് ഒട്ടിക്കുമ്പോഴുള്ള ഗ്രെയിൻസൊക്കെ വരും. അങ്ങനെ ഇതിൻ്റെ അകത്തായിരുന്നു ഇത്രയും നീളത്തിലുള്ള മീറ്റർ കണക്കിന് ലെങ്തായിട്ടുള്ള ഈ ടേപ്പുകൾ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത്, പക്ഷേ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കോട്ടയം ജില്ലയിൽ തലനാട് എന്ന് പറയുന്ന കോട്ടയം ടൗണിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലത്ത് എനിക്കൊരു സിനിമാക്കാരനെ അറിയത്തില്ല, ഞാനൊരു ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, ഷൂട്ടിംഗ് കാണാനുള്ള സാഹചര്യം എനിക്കില്ല. പക്ഷേ സിനിമ തന്നെയായിരുന്നു എപ്പോഴും
ഇതാണ് എൻ്റെ ഒരു കുട്ടിക്കാലമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം. ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ ആലോചനയിലും എഴുത്തിലും ഒക്കെയാണ്. എൻ്റർടൈനർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ ഇനി അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. പാട്ടും ഡാൻസ് ഒക്കെ ഉള്ളൊരു സിനിമ. അങ്ങനത്തെ സിനിമയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സിനിമ 6-7 പാട്ടുണ്ട്. ഞാനിങ്ങനെ എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഡാൻസ് കളിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ളൊരു സിനിമ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹത്തില്ല. പക്ഷേ നമുക്കറിയത്തില്ല, ഇത് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇപ്പം നമ്മളിതൊരു ആക്ടറോട് പോയി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ സിനിമ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ പ്രോജക്റ്റ് അങ്ങ് പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. അറിയില്ല, അതിൻ്റെയൊക്കെ ഒരു സമയത്താണ് നിൽക്കുന്നത്. നമ്മൾ ഒന്നും പറയാറായിട്ടില്ല. ഈ വർഷം ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായ ഒരു വർഷമാണ്. അതെ അതെ. കണ്ടിട്ട് ഫേവറേറ്റ്സ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ വർഷം? അല്ല, നമ്മൾ ഈ പറയുന്ന മാറ്റം നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ സിനിമ അല്ലെ ഇവിടെ സക്സസ് വന്ന സിനിമകളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നമ്മുടെ സിനിമയിലെ പെണ്ണുങ്ങളൊക്കെ വേറൊരു തരം പെണ്ണുങ്ങളായി മാറിക്കൊണ്ടിരിക്കുക? കുറച്ച് നമുക്കത് അസസ് ചെയ്താൽ മനസ്സിലാവും. അതൊക്കെ ഒരാൾ ആ സിനിമയുടെ സംവിധായകൻ പോലും അറിഞ്ഞുണ്ടാക്കുന്നൊരു മാറ്റം അല്ല. നമ്മുടെ സൊസൈറ്റി നമ്മൾ നേരത്തെ വന്നിട്ട് മാറി മാറി ഇപ്പം പ്രേമലുവിൻ്റെ നായിക എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ ARMലെ സുരഭി ആണെങ്കിലും, കിഷ്കിന്ധാകാന്ഡത്തിലെ നായികയാണെങ്കിലും ഒക്കെ പുതിയ കാലത്തെ നായികമാരായിട്ട് തന്നെ നിൽക്കുന്നത്. അവരാരുടെയും കീഴിലോ അടിമകളായോ ഒന്നുമല്ല. അത് വലിയ മാറ്റമാണ്. നമ്മുടെ പിള്ളേരെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് സിനിമകൾ നമ്മളെ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ ഇതൊരു ഒരു തരം തിരുത്തലാണ്. എല്ലാ സിനിമയിലും തന്നെ അത് സംഭവിക്കുന്നുണ്ട്. പോപ്പുലർ ആകുന്ന സിനിമയിലും ഒക്കെ അത് അവരോടൊക്കെ നമ്മുടെ സിനിമകളെല്ലാം പുറത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, കേരളത്തിന് പുറത്ത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ അതിനേക്കാൾ കൂടുതൽ സിനിമകൾ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ കാണുന്നത്. നമ്മൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ നിങ്ങളവിടെ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അവിടെ നിങ്ങളുടെ പ്രേക്ഷകരെല്ലാം കാണുമല്ലോ. ഇപ്പം ഈ ഭ്രമയുഗം അല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡം ഇതൊക്കെ എങ്ങനെയാണ് അവിടെ സക്സസ് ആകുന്നതെന്ന് വണ്ടർ അടിച്ചിരിക്കുന്ന. അതിപ്പോൾ നമുക്ക് പ്രേക്ഷകരോടാണ് അതിൻ്റെ നന്ദി പറയാനുള്ളത്. ഇപ്പോൾ ARM എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇവിടെ ഓടുമ്പോൾ തന്നെ കിഷ്കിന്ധാകാന്ഡത്തിന് നല്ലപോലെ ആൾ കയറുന്നു എന്നുള്ളത് സന്തോഷമാണ്. പ്രേമലു നന്നായിട്ട് പോയപ്പോൾ ഭ്രമയുഗം പോകുന്നു. അതിനുശേഷം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് വന്ന് ഒരു നാഷണൽ ഹിറ്റ് ആവുന്നു. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നമുക്ക് പോലും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡസ്ട്രി എന്നുള്ളത് അത് ഭയങ്കര ഒരു ഇതാണ്. നമ്മളെ ഭയങ്കര അസൂയോടെ കൂടിയാണ് അവിടെ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ. ഞങ്ങളിങ്ങനത്തെ സിനിമ ചെയ്താൽ ആരും കാണത്തില്ല, ഞങ്ങൾ മാത്രം ഇരുന്ന് കാണേണ്ടി വരുമെന്ന് അവർ പറയും.